ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് മണ്ഡൂക്യോപനിഷത്ത് ഇവിടെ നാന്തപ്രജ്ഞം നഭൈപ്രജ്ഞം തുടങ്ങിയ മന്ത്രഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതിന് ആമുഖമായി ചില കാര്യങ്ങൾ പറയുകയാണ്. അവിടെ ന എന്ന നിഷേധത്തിലാണ് പറയുന്നത്. അവിടെ പറഞ്ഞു, ശ്രുതി രണ്ടു തരത്തിൽ കാര്യങ്ങളെ ബോധിപ്പിക്കാറുണ്ട്. ഒന്ന് വിധി മുഖേന, മറ്റൊന്ന് നിഷേധ മുഖേന. വിധി മുഖേന ബോധിപ്പിക്കുക എന്ന് പറയുമ്പം കർമ്മങ്ങളെയും മറ്റും സ്വർഗകാമോ യജേത അതെല്ലാം വിധി മുഖേന ബോധിപ്പിക്കുകയാണ്. ഇന്നതാണെന്ന് പറയുകയാണ്. കേൾക്കുന്ന ആളിന് നിഷേധ അർത്ഥം കൂടാതെ തന്നെ നേരിട്ട് കാര്യങ്ങളെ ബോധ്യപ്പെടും. യാഗം ചെയ്യും, സ്വർഗം നേടാം എന്നെല്ലാം ബോധ്യപ്പെടും. ആത്മതത്വത്തെ അങ്ങനെ വിധി മുഖേന ബോധിപ്പിക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നിഷേധ മുഖേന ബോധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിഷേധാർത്ഥത്തിലുള്ള ന ശബ്ദം ഉപയോഗിച്ചിട്ട് നാന്തപ്രജ്ഞം നഭൈപ്രജ്ഞം എന്നിങ്ങനെ ബോധിപ്പിക്കുന്നതാണ്. ആത്മാ തുര്യൻ, അതുകൊണ്ട് ശബ്ദവാച്യമല്ല. ഒരു ശബ്ദം കൊണ്ടും അതിനെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. അതാണ് ഇവിടെ സമർത്ഥിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെയല്ല? ഒരു വസ്തു ശബ്ദവാച്യമല്ലെങ്കിൽ പിന്നെ ശബ്ദത്തിലൂടെ എങ്ങനെ അതിനെ ബോധിപ്പിക്കാൻ പറ്റും തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എങ്ങനെ അത് ബോധിപ്പിക്കാം എന്നാണ്. ഇവിടെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പണ്ഡിതന്മാരുടെ മുമ്പിലാണ്, പാമരന്മാരുടെ മുമ്പിലല്ല. അങ്ങനെ ഒരു കാര്യത്തെ സമർത്ഥിക്കുമ്പോൾ അതിന്റെ യുക്തികളുമെല്ലാം പറയേണ്ടി വരും. തുര്യന് ശബ്ദവാച്യമല്ല, ഒരു ശബ്ദത്തിലൂടെയും തുര്യനെ ബോധിപ്പിക്കാൻ പറ്റില്ല. അതേസമയം ശബ്ദത്തെ ആശ്രയിക്കുന്നുണ്ട്. ഈ തുര്യന്റെ ബോധത്തിൽ ശബ്ദമാണ്, ശബ്ദപ്രമാണമാണ് മുഖ്യമെന്നും പറയുന്നു. അതേസമയം ശബ്ദവാച്യമല്ലെന്നും പറയുന്നു. ഇതൊരു പരസ്പര വിരുദ്ധമായ കാര്യം പോലെ തോന്നും. പണ്ഡിതന്മാരുടെ മുമ്പിൽ ചർച്ച ചെയ്യുമ്പോൾ അവരൊന്നും പറയുന്നുകൊണ്ട് മാത്രം അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ചാണ് തുടർന്നുള്ള ചർച്ച ഇവിടെ. എന്തുകൊണ്ട് ശബ്ദത്തിലൂടെ ബോധിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, ഒരു വസ്തുവിനെ ശബ്ദത്തിലൂടെ ഏതെല്ലാം തരത്തിലാണ് ബോധിക്കാവുന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു ശാസ്ത്രീയമായ ചർച്ചയാണ് എടുത്ത് പറയുന്നത്. എന്താണ് ശബ്ദപ്രവൃത്തിക്കുള്ള നിമിത്തങ്ങൾ എന്നാണ്. ശബ്ദപ്രവൃത്തിക്ക്, അതായത് ശബ്ദത്തിലൂടെ അർത്ഥബോധത്തെ ഉണ്ടാകുന്നതിന് ചില നിമിത്തങ്ങളുണ്ട്. ഒന്ന് സംബന്ധം മുഖ്യമായി വരുന്നു. ഒരു സംബന്ധം ഉണ്ടെങ്കിൽ അവിടെ സംബന്ധത്തിലൂടെ അർത്ഥബോധം ഉണ്ടാകും. ഇവിടെ അത് സംഭവിക്കുന്നില്ല. ഇവിടെ എന്താണ്? ഇവിടെ ചർച്ചയ്ക്ക് വിഷയമായിരിക്കുന്നത് സത്തും അസത്തുമാണ്. സത്തായ തുര്യൻ, അസത്തായിരിക്കുന്ന വിശ്വതൈസപ്രാജ്ഞന്മാരും ജാഗ്രതാദി അവസ്ഥകൾ. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ല, വാസ്തവത്തിലുള്ള ബന്ധമില്ല. കാരണം ഇവിടെ രണ്ടെന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് മാത്രം രണ്ടെന്ന് പറയുകയാണ്. വാസ്തവത്തിൽ ഒന്നേ ഉള്ളൂ. വാസ്തവത്തിൽ തുര്യനിൽ നിന്ന് വേറിട്ട് വിശ്വാദികളോ ജാഗ്രതാദികളോ ഇല്ല. അത് മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഉണ്ടെന്ന് കൽപ്പിക്കുകയാണെങ്കിൽ അത് അസത്വമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സത്തും അസത്തും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തതുകൊണ്ട് തന്നെ അതിനെ തുര്യനെ ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ സാധ്യമല്ല. സാധാരണ സംബന്ധത്തെ ബോധിപ്പിക്കുന്നു, സംബന്ധത്തിലൂടെ ബോധിപ്പിക്കുന്നു. ധാരാളം വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പര ബന്ധത്തിലൂടെയാണ് അറിയുന്നത്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ബന്ധം പലതരത്തിൽ വരാം.
ദശരഥപുത്ര എന്ന് പറയുന്നു. ദശരഥസ്യ പുത്ര, ദശരഥന്റെ പുത്രൻ രാമൻ. അപ്പൊ ദശരഥപുത്ര എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊരു ദശരഥനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു, പുത്രനെ കുറിച്ചും ബോധം ഉണ്ടാകുന്നു. അവിടെ എന്താണ്? ആ പരസ്പര ബന്ധത്തിലൂടെയാണ് നമ്മൾ രണ്ടിനെയും മനസ്സിലാക്കുന്നത്. പുത്രനായി രാമൻ, രാമന്റെ പിതാവായി ദശരഥനെ അറിയുന്നു, ദശരഥന്റെ മകനായി രാമനെ അറിയുന്നു. അവിടെ അങ്ങനെ ഈ രണ്ട് വ്യക്തികളെ കുറിച്ചുള്ള ശരിയായ ബോധം ഉണ്ടാക്കുന്നതിന് നമ്മളെ സഹായിക്കുന്ന എന്താണ്? അവർ രണ്ടും തമ്മിലുള്ള സംബന്ധമാണ്. ഇതുപോലെ പരസ്പര ബന്ധത്തിലൂടെ, ശബ്ദത്തിലൂടെ നിരവധി കാര്യങ്ങൾ നമ്മൾ അറിയുന്നു. അത് നമ്മൾ വിശകലനം ചെയ്ത് എന്താണ് അവിടെ ശബ്ദ പ്രവൃത്തിക്ക് നിമിത്തമായിരിക്കുന്നത് എന്നൊന്നും നമ്മൾ വിശകലനം ചെയ്യുന്നില്ല. അത്തരം വിശകലനം ചെയ്യുന്നതാണ് ശാസ്ത്രജ്ഞന്മാരുടെ ജോലി. അവരത് ഇന്നതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമായി വിഭക്തി ബന്ധം, അതിൽ തന്നെ മുഖ്യമായിരിക്കുന്നത് ഷഷ്ടി വിഭക്തി, സംബന്ധാർത്ഥത്തിലുള്ള വിഭക്തി. അപ്പോൾ ആ സംബന്ധാർത്ഥത്തിലുള്ള വിഭക്തി പ്രയോഗത്തിലൂടെ പരസ്പര ബന്ധത്തെ അറിഞ്ഞ് ശബ്ദത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ആ തരത്തിൽ ഷഷ്ടി സംബന്ധത്തിലൂടെ, അതിന് ഷഷ്ടി സംബന്ധം എന്ന് പറയും, ഷഷ്ടി വിഭക്തിയുടെ സംബന്ധം. അത് മിക്കവാറും വ്യാകരണത്തിന്റെയും സാഹിത്യത്തിന്റെയൊക്കെ വിഷയമാണ്. പക്ഷെ ഇവിടെ ശബ്ദവും അർത്ഥവും അല്ലെങ്കിൽ ശബ്ദാർത്ഥ ബോധം എന്നുള്ളൊരു വിഷയം വന്നതുകൊണ്ട് ഭാഷ്യകാരൻ അതിനെയും ഒന്ന് പരാമർശിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചയൊന്നുമില്ല. ഇവിടെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രം പരാമർശിക്കുന്നു. സത്തും അസത്തും തമ്മിൽ സംബന്ധമില്ല. അതുകൊണ്ട് സംബന്ധം എന്ന് പറയുന്നത് എന്താണ്? ശബ്ദാർത്ഥ ബോധത്തിന്റെ ഒരു പ്രധാനമായ നിമിത്തമാണ്. ആ നിമിത്തം ഇവിടെ ഇല്ല. അതുകൊണ്ട് തുരീയനെ കുറിച്ചുള്ള ബോധം ശബ്ദത്തിലൂടെ ഉണ്ടാകത്തില്ല, നിഷേധത്തിലൂടെ ഉണ്ടാകത്തുള്ളൂ. നിഷേധിച്ചാൽ ശേഷിക്കുന്നത് അങ്ങനെ ഉണ്ടാകത്തുള്ളൂ. നിഷേധിക്കുന്ന ശബ്ദത്തിലൂടെയും ഉണ്ടാകത്തില്ല. നമ്മൾ പറയുന്നത് നഹി സദസദോഹ സംബന്ധ, സത്തും അസത്തും തമ്മിൽ സംബന്ധമില്ല. ആ സംബന്ധം ശബ്ദപ്രവൃത്തി നിമിത്തഭാഗം, അതൊരിക്കലും ശബ്ദപ്രവൃത്തിക്ക് നിമിത്തമാകുന്നില്ല. ആ വസ്തുത്വ, അത് പരമാർത്ഥമല്ല, കൽപ്പിതമാണ്. സത്തും അസത്തും, കാരണം സത്തും അസത്തും എന്ന് രണ്ട് വസ്തുക്കളില്ലാത്തതുകൊണ്ട് സത്തും അസത്തും തമ്മിലുള്ള ബന്ധവും അസത്താണ്, കൽപ്പിതമാണ്, അല്ലെങ്കിൽ അനിർവചനീയമാണ്. അതുകൊണ്ട് അതിനെ ശബ്ദബോധത്തിനുള്ള ഒരു നിമിത്തമായി സ്വീകരിച്ചുകൊണ്ട് ബോധമുണ്ടാകും എന്ന് പറയാൻ നിവൃത്തിയില്ല. തുരീയ ശബ്ദത്തിലൂടെ എന്ന് പറയുന്നു. അവസ്തുത്വ നാഭി പ്രമാണാന്തര വിഷയത്വം സ്വരൂപേണ ഗവാധിപത് ആത്മനോ നിർവാധികത്വ. നാഭി പ്രമാണാന്തര വിഷയത്വം, പ്രത്യക്ഷാദികളിലൂടെ, ഇവിടെ പറയുന്നത് ശബ്ദബോധത്തിലുള്ള മറ്റൊരു നിമിത്തത്തെയാണ് രൂഢി എന്ന് പറയുന്നത്. രൂഢി എന്ന് പറയുന്നത് എന്താണ്? ഗൗ എന്നുള്ള ശബ്ദം പ്രയോഗിക്കുന്നു. ഗൗ എന്ന് പറയുന്ന ആ ശബ്ദം ഗോ എന്ന് പറയുന്ന വ്യക്തിയിൽ രൂഢമാണ്. രൂഢം എന്ന് പറഞ്ഞാൽ എന്താണ്? ശബ്ദം കൂടാതെ തന്നെ പ്രത്യക്ഷത്തിലൂടെയും മറ്റും നമുക്ക് മനസ്സിലാക്കാം. ഗൗ എന്ന് പറയുന്ന ഈ ശബ്ദം പ്രയോഗിക്കുന്നത് ഗൗ എന്ന് പറയുന്ന വ്യക്തിയിലാണ്. പ്രത്യക്ഷം പോലെയുള്ള പ്രമാണങ്ങളിലൂടെ അവിടെ ശബ്ദാർത്ഥ ബോധസിദ്ധമാണ്. അതിനാണ് രൂഢി എന്ന് പറയുന്നത്. അത് അനാദികാലമായി ഇങ്ങനെ പറഞ്ഞു വരുന്നു. ഗൗ എന്ന് പറഞ്ഞാൽ ഗോവാണ്, വ്യക്തിയാണ്. അത് ശബ്ദം അല്ലാതെയുള്ള പ്രമാണങ്ങൾക്ക് വിഷയമാണത്. അങ്ങനെ ശബ്ദം കൂടാതെയുള്ള മറ്റ് പ്രമാണങ്ങൾ വിഷയമല്ല ഇവിടെ തുരീയം. അപ്രമേയമാണ്, പ്രമാണങ്ങൾക്കൊന്നും വിഷയമില്ല. അപ്പോൾ പ്രമാണത്തിന് വിഷയമല്ലാത്ത ആ തുര്യനെ, തുര്യൻ എന്ന് പറയുന്ന ആ വസ്തു എന്താണ്? പരമാർത്ഥ വസ്തു. അതിൽ തുരീയ ശബ്ദരൂഢമല്ല. മറ്റേതെങ്കിലും പ്രമാണത്തിലൂടെ നമുക്കത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. ഗോ എന്ന് പറയുന്ന ശബ്ദം ഗോവിനെ ബോധിപ്പിക്കുന്നു എന്നുള്ളത് പ്രത്യക്ഷമായി നമുക്കറിയാൻ കഴിയുന്നു. അതുപോലെ തുര്യൻ എന്ന് പറയുന്ന ആ ശബ്ദം
പരമാർത്ഥ വസ്തുവിനെ ബോധിപ്പിക്കുന്നു എന്ന് നമുക്ക് പ്രത്യക്ഷമായി അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് രൂഢി എന്ന് പറയുന്ന ആ പ്രവൃത്തി നിമിത്തം, ശബ്ദത്തിൽ നിന്നും അർത്ഥബോധം ഉണ്ടാകുന്നതിനുള്ള ആ നിമിത്തമില്ല. രൂഢി എന്ന് പറയുന്നത് ഒരു ശക്തി വിശേഷമാണ്, അതും അവിടെയില്ല. അതിനാണ് ഇവിടെ പറയുന്നത് നാഭി പ്രമാണാന്തര വിഷയത്വം. ഇവിടെ പ്രമാണാന്തര വിഷയമല്ല തുര്യൻ, പരമാർത്ഥ വസ്തു. സ്വരൂപേണ ഗവാതി. എന്തുകൊണ്ട്? ആത്മനോ നിരുപാധികത്വം. അത് ആത്മാവ് നിരുപാധികമാണ്. അതുകൊണ്ട് ഗോ എന്നും മറ്റും പറഞ്ഞാൽ അർത്ഥബോധം ഉണ്ടാകുന്നത് പോലെ 4 കാലുള്ള ഒരു ജീവി, കൊമ്പും വാലും എല്ലാമുള്ള ഒരു ജീവി എന്ന് ബോധം ഉണ്ടാകുന്നത് പോലെ ഒരു തരത്തിലും തുര്യനെ കുറിച്ചുള്ള ബോധം ആ ശബ്ദത്തിലൂടെ ഉണ്ടാകത്തില്ല. ആ ശബ്ദം ആ വസ്തുവിൽ രൂഢമല്ല. അനാദിസിദ്ധമായൊരു ബന്ധം ആ ശബ്ദത്തിനും അർത്ഥത്തിനും തമ്മിലില്ല. എന്തുകൊണ്ട്? ആത്മാവ് നിരുപാധികമാണ്. നിരുപാധികമായ ഒന്നിനെ പ്രത്യക്ഷാദി പ്രമാണങ്ങൾ കൊണ്ട് ഗ്രഹിക്കാനൊക്കത്തില്ല. പശുവിനെ കണ്ണുകൊണ്ട് കാണാം, പശുവിനെ കുറിച്ച് പറയുന്ന ഗോശബ്ദം ചെവി കൊണ്ട് കേൾക്കാം. ഇതെല്ലാം പരസ്പരം പ്രത്യക്ഷത്തിൽ തന്നെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ആ ശബ്ദം കൊണ്ട് അതിനെ ഗ്രഹിക്കാം. പക്ഷെ അങ്ങനെ ഒരു പ്രത്യക്ഷ ബന്ധം പരമാർത്ഥ വസ്തുവിനും തുരീയ ശബ്ദത്തിനും തമ്മിലില്ല. ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിനോ മറ്റേതെങ്കിലും ഇന്ദ്രിയങ്ങൾക്കോ ആ തുര്യൻ വിഷയമാകുന്നില്ല. അതുകൊണ്ട് രൂഢി എന്ന് പറയുന്ന നിമിത്തത്തിലൂടെയും അതിനെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. ഗവാദിവന്നാവി ജാതിമത്വം അദ്വിതീയത്വേന സാമാന്യ വിശേഷ അഭാവ. ഇനി ശബ്ദപ്രവൃത്തിക്കുള്ള മറ്റൊരു നിമിത്തമാണ് ജാതി. ഗോ എന്ന് പറയുന്നു. ഗോ എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഗ്രഹിക്കുന്നത്? ഗോത്വജാതിയുള്ളത്. മറ്റ് പ്രാണികളിൽ നിന്നും ഗോവിനെ വേർതിരിക്കുന്ന എന്തൊക്കെ സവിശേഷതകൾ ഗോവിനുണ്ട്, അതിനാണ് ഗോത്വജാതി എന്ന് പറയുന്നത്. ആ ഗോത്വജാതി ഉള്ളതാണ് ഗോ എന്ന് നമ്മൾ അറിയുന്നു. ജാതിയിലൂടെ അറിയുന്നു. ജാതിയും വ്യക്തിയും, ജാതി സാമാന്യം, വ്യക്തിവിശേഷം. അനേക വ്യക്തികളിൽ അനുസ്യൂതമായിരിക്കുന്ന ഒരു ധർമ്മം, അതാണ് ജാതി. അനേക ഗോക്കളിൽ അനുസ്യൂതമായിരിക്കുന്ന ഗോത്വം. എന്തുകൊണ്ട്? ഒരു ഗോവിനെ ഒരു തവണ നമ്മൾ കണ്ടോ കേട്ടോ തിരിച്ചറിഞ്ഞാൽ പിന്നീട് എവിടെ ഗോവിനെ കണ്ടാലും തിരിച്ചറിയുന്നു. എന്തുകൊണ്ടാണ്? ആദ്യം തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ നമ്മളതിന്റെ സാമാന്യ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞു. അനേക ഗോ വ്യക്തികളിലിരിക്കുന്ന സാമാന്യ സ്വഭാവത്തെ തിരിച്ചറിഞ്ഞു. അതിനാണ് ജാതി എന്ന് പറയുന്നത്. ആദ്യ സമയം ആ വ്യക്തിയെ ഗ്രഹിച്ചപ്പോൾ അതിന്റെ ജാതിയെ കൂടി ഗ്രഹിച്ചു. അപ്പോൾ ആ വ്യക്തിയും ജാതിയും തമ്മിൽ അങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ജാതിയെ ഗ്രഹിച്ചുകൊണ്ട്, അതാണ് സാമാന്യം. ഓരോ വിശേഷങ്ങളെയും ഗ്രഹിക്കുന്നു. അതാണ് സാമാന്യ വിശേഷ ബന്ധം എന്ന് പറയുന്നത്. അതിന് സാമാന്യത്തിന് ജാതി എന്ന് പറയുന്നു. ആ തരത്തിൽ നമ്മൾ വസ്തുക്കളെ ഗ്രഹിക്കുന്നുണ്ട്. ജാതിയുള്ള വ്യക്തികളെ ഗ്രഹിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? അവിടെ മനുഷ്യത്വ ജാതി. അതിലൂടെ ഒരു മനുഷ്യനെ മനസ്സിലാക്കിയാൽ അതുപോലെയുള്ള മറ്റു മനുഷ്യരെയും മനസ്സിലാക്കാൻ കഴിയുന്നു. മനുഷ്യന് മറ്റു പ്രാണികളിൽ നിന്ന് വേർതിരിക്കുന്ന, മനുഷ്യനിൽ തന്നെ ഇരിക്കുന്ന വിശേഷതകളെയാണ് ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത്. അതുപോലെ ഓരോ വസ്തുക്കളിലും ഇരിപ്പുണ്ട്. അതാത് വസ്തുക്കളുടെ ജാതി. അപ്പോൾ ജാതിയുള്ള വസ്തുക്കളെ ആ ജാതിയെക്കുറിച്ചുള്ള ബോധം, ആ ജാതി ഇരിക്കുന്ന വ്യക്തിയെക്കുറിച്ചുള്ള ബോധം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നു ശബ്ദത്തിലൂടെ. അതുകൊണ്ടാണ് ഗോ എന്ന് പറയുമ്പോൾ ഗോവിനെ ഗ്രഹിക്കുന്നു, മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യനെ ഗ്രഹിക്കുന്നു സാമാന്യ വിശേഷത്തിലൂടെ. അതുപോലെ ഇവിടെ ഗ്രഹിക്കാൻ പറ്റത്തില്ല. അദ്വിതീയമാണ്. ഇവിടെ സാമാന്യ വിശേഷ ഭാവമില്ല. തുര്യനിൽ എന്തെങ്കിലും ഒരു വിശേഷതയും എന്തെങ്കിലും ഒരു സാമാന്യ സ്വഭാവവുമില്ല. അത് ഏകമാണ്, അദ്വയമാണ്. അതുകൊണ്ട് അതിൽ ജാതിയില്ല. ആ രീതിയിലും ഗ്രഹിക്കാൻ പറ്റില്ല. സാമാന്യമായി ശബ്ദം പ്രവർത്തിക്കുന്നതിന് നിമിത്തമായിരിക്കുന്ന ജാതി അവിടെ ഇല്ല. അത് ബാക്കി സർവത്രയുണ്ട്, പക്ഷെ ആത്മാവിലില്ല. അതുകൊണ്ട് ജാതി എന്ന് പറയുന്ന ശബ്ദപ്രവൃത്തിക്കുള്ള നിമിത്തത്തെ ആശ്രയിച്ചുകൊണ്ട് തുരീയ ശബ്ദത്തിൽ നിന്ന് തുര്യനെ കുറിച്ചുള്ള ബോധം ഉണ്ടാകത്തില്ല. നമ്മളങ്ങനെ ഭ്രമിക്കേണ്ട. തുര്യൻ എന്നുള്ള ശബ്ദം കേട്ടാൽ തുരീയ ശബ്ദത്തെക്കുറിച്ച്
മറ്റു വസ്തുക്കളെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നതുപോലെ ഉണ്ടാകും എന്ന് ധരിക്കേണ്ട കാര്യമില്ല. അതാണിവിടെ പറയുന്നത്. ഗവാദിവ നാവി ജാതിമത്വം അദ്വിതീയത്വേന സാമാന്യ വിശേഷാഭാവ. ഇനി അർത്ഥബോധം ഉണ്ടാകുന്നതിനുള്ള മറ്റൊരു നിമിത്തം എന്താണ്? ക്രിയ. നാഭി ക്രിയാവത്വം പാചകാധിപ അവിക്രിയത്വ. പാചകൻ എന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പാകകർത്ത, പാകം ചെയ്യുന്നവൻ. അപ്പോൾ പാചകൻ, പചിക്കുന്നവൻ, ആ ശബ്ദത്തിൽ നമുക്ക് പചനക്രിയയുടെ കർത്താവായ വ്യക്തിയെക്കുറിച്ച് ബോധമുണ്ടാകും. അത് ആ ക്രിയയിലൂടെയാണ്. അവിടെ ശബ്ദപ്രവൃത്തിക്ക്, പാചക ശബ്ദത്തിന്റെ പ്രവൃത്തിക്ക്, ആ പാചക ശബ്ദം ആ അർത്ഥത്തെ വ്യക്തിയെ ബോധിപ്പിക്കുന്നതിന് കാരണമായിരുന്ന എന്താണ്? പാചകക്രിയയാണ്, പചിക്രിയയാണ്. പക്ഷെ അങ്ങനെ ഒരു പചനക്രിയ അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു ക്രിയ, വ്യാപാരം, പ്രവൃത്തി ആത്മാവിനില്ല, തുര്യനില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിയയിലൂടെ തുര്യനെ കുറിച്ച് ബോധിക്കാൻ തുര്യ ശബ്ദത്തിലൂടെ സാധ്യമല്ല. ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇതാണ്. തുര്യ ശബ്ദത്തിലൂടെ തുര്യനെ ബോധിക്കാൻ കഴിയുമോ? ആത്മശബ്ദത്തിലൂടെ, ബ്രഹ്മശബ്ദത്തിലൂടെ, ഈശ്വര ശബ്ദത്തിലൂടെയോ നമുക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു ശബ്ദത്തിലൂടെ ആ ശബ്ദത്തിന്റെ അർത്ഥമായി, ആ ശബ്ദത്തിന്റെ വാച്യമായി അല്ലെങ്കിൽ അവിധേയമായി ആത്മവസ്തുവിനെ, പരമാർത്ഥ വസ്തുവിനെ ബോധിക്കാൻ കഴിയുമോ എന്നാണ്. ഒരു ശബ്ദത്തിലൂടെയും കഴിയില്ല. കഴിയണമെങ്കിൽ ഇതിലേതെങ്കിലും വേണം. ചുരുങ്ങിയ പക്ഷം ക്രിയയെങ്കിലും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എന്തെല്ലാം ശബ്ദങ്ങൾ പ്രയോഗിച്ചാലും ഈ സത്യമെന്നോ, ജ്ഞാനമെന്നോ, അനന്തമെന്നോ, ആനന്ദമെന്നോ, ഏത് ശബ്ദം പ്രയോഗിച്ചാലും ശരി, ആ ശബ്ദങ്ങളെല്ലാം അവിടെ പരാജയമാണ്. ഇവിടെ ക്രിയയുമില്ല, ആത്മാ അവിക്രിയമാണ്. അങ്ങനെയും ബോധിക്കാൻ കഴിയില്ല. നാഭി ഗുണവത്വം നീലാധിപത് നിർഗുണത്വ. നീലോത്പലം എന്ന് പറയും. നീലോത്പലം, നീല നിറത്തിലുള്ള പുഷ്പം, അതാണ് നീലോത്പലം. അവിടെ എന്തുകൊണ്ട് നീലോത്പല ശബ്ദത്തിലൂടെ ആ പുഷ്പത്തെ മറ്റു പുഷ്പങ്ങളിൽ നിന്ന് വേർതിരിച്ചറിയുന്നു? അനേക വർണ്ണത്തിലുള്ള അനേക പുഷ്പങ്ങളുടെ കൂട്ടത്തിൽ നീല നിറത്തിലുള്ള ഒരു പ്രത്യേക പുഷ്പത്തെ തിരിച്ചറിയുന്നത് ആ നീല നിറത്തിന്റെ സഹായത്തോടു കൂടിയാണ്. നീല നിറം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുണമാണ്. ആ വിശേഷപ്പെട്ട ഒരു പുഷ്പത്തിലുള്ള ഗുണമാണ്. അപ്പൊ ഗുണത്തെ കുറിക്കുന്ന ആ ശബ്ദമാണ് അവിടെ ശബ്ദപ്രവൃത്തിക്ക് നിമിത്തമായിരിക്കുന്നത്. ഇവിടെയോ ആത്മാവ് നിർഗുണമാണ്. അവിടെ യാതൊരു തരത്തിലുള്ള ഗുണങ്ങളുമില്ല. ശബ്ദസ്പർശരൂപരസഗന്ധങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഗുണങ്ങളോ അവിടെയില്ല. അപ്പം നിർഗുണമായിരിക്കുന്ന ആ ആത്മാവിനെ എങ്ങനെ ഒരു ശബ്ദത്തിലൂടെ അറിയാൻ പറ്റും? അപ്പം അതിന് ശബ്ദബോധം ഉണ്ടാക്കുന്നതിന് ഉള്ള പല നിമിത്തങ്ങളിൽ ഒന്നായ നീലനിറം എന്ന ഗുണവും അവിടെയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗുണവുമില്ല. അതുകൊണ്ടും തുര്യന് ശബ്ദത്തിലൂടെ ഗ്രഹിക്കാൻ സാധ്യമല്ല. അപ്പൊ സംബന്ധത്തിലൂടെ അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. രൂഢി, പ്രത്യക്ഷാദി പ്രമാണങ്ങളുടെ സഹായത്തോടുകൂടി അതിനെ ഗ്രഹിക്കാൻ സാധ്യമല്ല. ജാതിയിലൂടെ സാധ്യമല്ല, ക്രിയയിലൂടെ സാധ്യമല്ല, ഗുണത്തിലൂടെ സാധ്യമല്ല. ഇത് പ്രധാനപ്പെട്ട 5. ഇത് മാത്രമല്ല, ശബ്ദപ്രവൃത്തിക്ക് നിമിത്തങ്ങളായി പലതും പറയാം. എന്നാലും എല്ലാത്തിനെയും ഈ 5 എണ്ണത്തിൽ ഉൾപ്പെടുത്താം. ഈ 5 നിമിത്തങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒരു വസ്തുവിൽ കണ്ടാലേ അതിനൊരു ശബ്ദത്തിലൂടെ ബോധിപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ പറയും എന്താണ്? യഥോ വാച്ചോ നിവർത്തന്തേ. ശബ്ദം അവിടെ പ്രവർത്തിക്കുന്നില്ല, വാക്ക് പ്രവർത്തിക്കുന്നില്ല, മനസ്സ് പ്രവർത്തിക്കുന്നില്ല. എന്തുകൊണ്ട്? അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്തത്. ശബ്ദം ഒരു വസ്തുവിൽ പ്രവർത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ശബ്ദത്തിലൂടെ ഒരു വസ്തുവിന്റെ ബോധം ഉണ്ടാകണമെങ്കിൽ ആ വസ്തുവും ശബ്ദവുമായി ബന്ധപ്പെടുത്തുന്ന എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ആ ശബ്ദത്തിൽ നിന്ന് ആ വസ്തുവിന്റെ ബോധത്തെ ഉണ്ടാക്കിത്തരുന്ന എന്തെങ്കിലും ഒന്ന് വേണം. അത് ഈ പ്രധാനപ്പെട്ട 5 ഈ 5 ഈ 5 ഈ തുര്യനിൽ അല്ലെങ്കിൽ ആത്മാവിൽ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഒരു ശബ്ദവും അതിനെ ബോധിപ്പിക്കുന്നില്ല, അതിന് ഒരു ശബ്ദത്തിന് അതിനുള്ള ശേഷിയില്ല എന്നർത്ഥം. അതോ ന അഭിധാനേന നിർദ്ദേശം അർഹതി. അതുകൊണ്ട് ആ പറഞ്ഞ കാര്യത്തെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. അഭിധാനം കൊണ്ട്, ശബ്ദം കൊണ്ട്, ആ ശബ്ദത്തിന്റെ അഭിധേയമായി, വാച്യമായി, അർത്ഥമായി
ഈ തുര്യനെ നിർദ്ദേശിക്കാൻ സാധ്യമല്ല. ചോദ്യം എന്താണ്? ശ്രുതി എന്തുകൊണ്ട് ഇതിനെ വിധിമുഖേന നിർദ്ദേശിക്കുന്നില്ല? സ്വർഗകാമോ യജേത എന്നെല്ലാം പറഞ്ഞതുപോലെ വിധിച്ച് ബോധിപ്പിക്കാത്തതുണ്ട്. പറയുന്നു അത് സാധ്യമല്ല, അതിനുള്ള നിമിത്തങ്ങളൊന്നും അവിടെ ഇല്ല എന്നർത്ഥം. അതുകൊണ്ട് ഇതിനെ എന്ത് പറയുന്നു? ഇത് അവാച്യമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു നിമിത്തങ്ങളുമില്ല, സംബന്ധമില്ല, പ്രത്യക്ഷാദി പ്രമാണങ്ങളൊന്നും അവിടെ പ്രവർത്തിക്കുന്നില്ല, രൂഢിശക്തിയില്ല, ജാതിയില്ല, ഗുണമില്ല, ക്രിയയില്ല. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ശശവിഷാണാദി സമത്വാ നിരർത്ഥകത്വം തർഹി. അങ്ങനെയാണെങ്കിൽ ശശവിഷാണം പോലെ ആയിത്തീരും. ശശവിഷാണം എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കൊരു വസ്തുവിനെ ബോധിക്കാൻ കഴിയുന്നില്ല. ശശമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുയൽ, വിഷാണം എന്ന് പറഞ്ഞാൽ അറിയാം കൊമ്പ്. പക്ഷേ ശശവിഷാണം എന്ന് ചേർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ കൊമ്പ്, അതിനർത്ഥമില്ല. വെറും ശൂന്യമായ ഒന്നിനെ കുറിച്ച് പറയുകയാണ്, നിരർത്ഥകമായ ഒരു ശബ്ദപ്രയോഗമാണ്. ആകാശകുസുമം എന്നെല്ലാം പറയുന്നത്. ആകാശത്തെയും അറിയാം, കുസുമത്തെയും അറിയാം. പക്ഷെ ആകാശകുസുമം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കുസുമത്തെക്കുറിച്ച് നമുക്ക് ബോധം ഉണ്ടാകുന്നില്ല. അതുപോലെയാണല്ലോ ഈ പറഞ്ഞു വരുന്നത് തുര്യൻ എന്ന് പറഞ്ഞാൽ. വെറും ശൂന്യമായ ഒന്നിനെ ബോധിപ്പിക്കുകയാണല്ലോ, അവിടെ ഒന്നുമില്ലല്ലോ എന്നാണെങ്കിലോ അത് ശരിയല്ല, ഇത് നിരർത്ഥകമല്ല ഈ ശബ്ദം. ആത്മത്വ അവഗമേ തുരീയസ്യ അനാത്മതൃഷ്ണാ വ്യാവൃത്തി ഹേതുത്വാ ശക്തിക അവഗമേ ഇവ രജത തൃഷ്ണായ. പക്ഷേ ഈ തുര്യൻ ശൂന്യമല്ല. എന്തുകൊണ്ടാണ്? തുരീയ ബോധത്തിൽ ഈ തുര്യനാണ് തന്റെ സ്വരൂപം എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രയോജനം കാണുന്നുണ്ട്. അതാണ് തുരീയത്വ അവഗമേ ആത്മത്വ അവഗമേ തുരീയസ്യ. ആ തുര്യനെ എങ്ങനെ അറിയണം? തുര്യൻ തുര്യൻ എന്നുള്ള ശബ്ദത്തിലൂടെ എന്തെങ്കിലും സങ്കല്പരൂപത്തിൽ അറിയുകയല്ല, മറിച്ച് ആത്മത്വ അവഗമേ തന്റെ തന്നെ പ്രത്യേകാത്മാവായി അതിനെ അറിയും. ആ ശബ്ദം കൊണ്ട് എന്തിനാണ് ബോധിപ്പിക്കാൻ ശ്രുതി ശ്രമിക്കുന്നത്? നിന്റെ തന്നെ സ്വരൂപത്തെയാണ്. അപ്പൊ തന്റെ തന്നെ സ്വരൂപമായി നമ്മൾ ബോധിച്ചു കഴിഞ്ഞാൽ തുരീയ ശബ്ദം കൊണ്ട് ശ്രുതി എന്തിനെയാണോ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനെ തന്റെ സ്വരൂപമായി ബോധിച്ചു കഴിഞ്ഞാൽ എന്താ അതിന്റെ ഫലം വരുന്നത്? അനാത്മതൃഷ്ണാ വ്യാവൃത്തി ഹേതുത്വ. അനാത്മതൃഷ്ണകളെല്ലാം ശമിക്കുന്നു. അവിടെ അതിന്റെ ഫലം പ്രത്യക്ഷമായി കാണും. തുരീയ ബോധത്തിന്റെ ഫലം എന്താണ്? അനാത്മതൃഷ്ണകൾ, അനാത്മ വിഷയത്തിലുള്ള സർവതൃഷ്ണകളും സർവജിജ്ഞാസകളും അവിടെ ശമിക്കുന്നു. അതാണ് മനുഷ്യന്റെ ബുദ്ധി സദാ എന്തിനെങ്കിലും അറിയാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഏത് മൂർഖനായാലും അവന്റെ മനസ്സിലെന്താണ്? ജ്ഞാനതൃഷ്ണ അത് നിലനിൽക്കുന്നു. ആത്മാവിനെ കുറിച്ചായിരിക്കണമെന്നില്ല, എന്തിനെങ്കിലും അറിയാം. അടുത്തെന്താണ്, ഇനി എന്താണ്, ഈ രീതിയിലുള്ള ഒരു തൃഷ്ണ, ജിജ്ഞാസ, അത് ഏതെങ്കിലും പ്രത്യേകിച്ചൊരു വിഷയത്തെക്കുറിച്ചുള്ള ആഗ്രഹത്തല്ല ഇവിടെ പറയുന്നു. അറിയുന്നതിനുള്ള ആഗ്രഹം അത് ജീവസഹജമായി നിൽക്കുന്നു. പണ്ഡിത പാമര ഭേദമന്യേ നിൽക്കുന്നു. ഒന്നുമില്ലെങ്കിൽ ഐന്ദ്രിയമായ വിഷയങ്ങൾ, ഇന്ദ്രിയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെങ്കിലും സദാസമയം നിൽക്കുന്നു. ഇനി എന്ത് കഴിക്കാം, ഇനി എന്ത് കുടിക്കാം, ഇനി എന്ത് കാണാം, ഇനി എന്ത് കേൾക്കാം, ഈ രീതിയിലുള്ള ജിജ്ഞാസ ഇത് ജീവന്റെ ഒരു അടയാളമാണ്. ജീവൻ ഈ ശരീരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ തന്നെ അടയാളമാണ്. ബോധം സ്ഫുരിക്കുമ്പം തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നു? അന്നപാനാദികളെ കുറിച്ചുള്ള തൃഷ്ണ അവന്റെ മനസ്സിൽ വരും. അടുത്തെന്താ എന്നുള്ള ഒരു ചോദ്യം മനസ്സിൽ വരും. ശരീരത്തിന്റെ സൂക്ഷ്മമായ ചലനങ്ങൾ തുടങ്ങി മനസ്സിന്റെ സൂക്ഷ്മമായ ചിന്തകൾ വരെയുള്ള
വ്യാപാരങ്ങൾ വരെയുള്ള സർവ്വ വിഷയങ്ങളിലുള്ള ഈ തൃഷ്ണ, ഈ തൃഷ്ണയുടെ വ്യാവൃത്തി, ആ തൃഷ്ണകളിൽ നിന്നുള്ള മനസ്സിന്റെ പിന്മാറ്റം, അതാണ് ആത്മാവഗമം കൊണ്ട് സാധിക്കുന്നത് എന്നാണ്. അവന്റെ മനസ്സിൽ ഈ നാനാ വിഷയങ്ങളെക്കുറിച്ചുള്ള, നാനാത്വത്തെക്കുറിച്ചുള്ള ജിജ്ഞാസകൾ, ഉത്കണ്ഠകളെല്ലാം ശമിക്കുന്നു. പറയുമല്ലോ, ആപ്തകാമൻ, കൃതകൃത്യൻ എന്നെല്ലാം പറയുന്നതിന്റെ താല്പര്യം അതാണ്. അവന് പിന്നെ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, അവന് പിന്നെ ഒന്നും കാമിക്കേണ്ടതായിട്ടില്ല, അവന് പിന്നെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. ആ രീതിയിൽ വരുന്ന തൃഷ്ണാം വ്യാവൃത്തി, അത് പ്രത്യക്ഷസിദ്ധമായ കാര്യമാണല്ലോ, അനുഭവസിദ്ധമായ കാര്യമാണല്ലോ. തുര്യ ബോധത്തിൽ ഇതെല്ലാം ശമിക്കുന്നുണ്ടല്ലോ, അത് പ്രത്യക്ഷമായ ഫലമാണ്. അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഈ ആത്മബോധം എന്ന് പറയുന്നത് അജ്ഞേയമായ ഒരു കാര്യമല്ല, വിദ്വത് അനുഭവമാണ് എന്നുള്ള കാര്യം പറയുകയാണ്. അതുകൊണ്ട് ആത്മാവെന്ന് പറയുന്നത് ശൂന്യമായ ഒന്നല്ല, എല്ലാം നിഷേധിച്ച അവസാനം ശൂന്യത്തിലല്ല ചെന്നെത്തിച്ചേരുന്നത് എന്നുള്ളത്. ഉദാഹരണം പറയുന്നത് എന്താണ്? ശുക്തിക അവഗമേ ഇവ രജത തൃഷ്ണായ. രജതം ഇപ്പോ കൈകൊണ്ടെടുക്കാം, അതിൽ സ്പർശിക്കാം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് വെള്ളി കണ്ടിട്ട് അങ്ങോട്ട് ഓടുന്നത്. അങ്ങനെ ഒരു ചിന്ത എങ്ങനെ മനസ്സിൽ കടന്നു വരുന്നത്? എന്താണ്? അത് വെള്ളിയാണ്, അത് തനിക്ക് സ്വായത്തമാക്കാം എന്നൊരു ചിന്ത എങ്ങനെ മനസ്സിൽ വരും? പ്രവർത്തിക്കാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിയും എന്താണ്? ഇത് ശുക്തികയാണ്, രജതമല്ല എന്ന് തിരിച്ചറിയും. എന്തായാലും ആ തിരിച്ചറിവിൽ എന്ത് ചെയ്യുന്നു? ആ രജതത്തെ സംബന്ധിച്ചുള്ള സർവ്വ ആഗ്രഹങ്ങളും അവിടെ തീരും. അത് കൈക്കലാക്കണമെന്നോ അതുകൊണ്ട് ധനം സമ്പാദിക്കാമെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ പിന്നീട് അവശേഷിക്കുന്നു. ശുക്തികയുടെ ജ്ഞാനം കൊണ്ട് എങ്ങനെയാണോ രജതത്തെ സംബന്ധിച്ചുള്ള സർവ്വതൃഷ്ണകളും സർവ്വ ആഗ്രഹങ്ങളും സർവ്വ ചിന്തകളും സർവ്വ സങ്കല്പങ്ങളും അവസാനിക്കുന്നത്, അതുപോലെ ഈ തുര്യനാണ് തന്റെ സ്വരൂപം എന്നറിഞ്ഞാൽ, അത് ഈ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ഇന്ദ്രിയങ്ങളല്ല, തന്റെ വികാര വിചാരങ്ങളല്ല, തന്റെ മനോരഥങ്ങളല്ല എന്ന് തിരിച്ചറിഞ്ഞാൽ അവന് വിശ്രാന്തി വരുന്നു. അതാണ് ഇവിടെ പറയുന്ന തൃഷ്ണാനാശം. അല്ലാതെ സാധാരണ പറയുന്ന ആഗ്രഹനാശമല്ല. ആഗ്രഹങ്ങളെല്ലാം ഒടുങ്ങുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിൽ മനസ്സിൽ എത്തിച്ചേരുന്ന നിശ്ചന്തത, ആ നിശ്ചിന്തത എന്ന് പറയുന്നത്, മനവിശ്രാന്തി എന്ന് പറയുന്നത് എന്താണ്? അനുഭവസിദ്ധമായ കാര്യമാണ്. ഈ ആത്മസ്വരൂപ ലാഭം കൊണ്ട് അങ്ങനെ ഒരു ആത്മവിശ്രാന്തി ഒരുവന് കരഗതമാകുന്നുണ്ടെങ്കിൽ ആത്മാവിനെ എങ്ങനെ ശൂന്യമെന്ന് വിളിക്കാൻ പറ്റും? ഇത് സ്വാനുഭവമാണല്ലോ എന്നാണ് പറയുന്നത്. നഹി തുരീയസ്യ ആത്മത്വ അവഗമേ സതി അവിദ്യ തൃഷ്ണാദി ദോഷാണ സംഭവോ അസ്തി. ഈ തുര്യനെന്ന് ഇവിടെ ശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നത് നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം എന്നെല്ലാമുള്ള ശബ്ദം കൊണ്ട് ഇവിടെ വർണ്ണിക്കുന്ന അതിനെ ഒരു വർണ്ണനയിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയോജനമില്ല. എന്താണ്? ഒരാള് പ്രകൃതിയെ വർണ്ണിക്കുന്നു, ആകാശത്തെ വർണ്ണിക്കുന്നു, അതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? വർണ്ണനകൾ നമ്മൾക്ക് ഇഷ്ടമായതുകൊണ്ട് അതിനെ വർണ്ണനകളായി മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ ആ വർണ്ണനകളെ ആസ്വദിച്ച് അതിൽ മനസ്സ് അഭിരമിച്ച് ചിലപ്പോൾ ആത്മവിസ്മൃതി വരെ എത്തിച്ചേരും, വർണ്ണിക്കുന്നവന് കഴിവുണ്ടെങ്കിൽ. പക്ഷേ തുര്യനെ സംബന്ധിച്ച് ശാസ്ത്രം ഒരിക്കലും അങ്ങനെ വർണ്ണിച്ച് നമ്മളെ സന്തോഷിപ്പിക്കുകയല്ല ചെയ്യുന്നത്. തുര്യനെക്കുറിച്ച് പറയുന്നതെല്ലാം എന്താണ്? ഈ പ്രകൃതി വർണ്ണന പോലെയുള്ള വർണ്ണനകളല്ല. ആ പറയുന്നുകൊണ്ട് ഒരൊറ്റ കാര്യമേ ശ്രുതി ഉദ്ദേശിക്കുന്നുള്ളൂ. എന്താണ്? സ്വരൂപ അവഗമം. ഇതിന്റെ സ്വരൂപം അതാണെന്ന് ബോധ്യപ്പെടുത്തുക. അതാണ് ആത്മത്വ അവഗമം. ഇതാണ് ഇവിടെ ശാസ്ത്രം അല്ലെങ്കിൽ ശ്രുതി അല്ലെങ്കിൽ ഗുരുവാക്യം ഇത് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതിനെക്കുറിച്ച് അത് ആനന്ദമാണ്, അനന്തമാണ്, സത്താണ്, ചിത്താണെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രയോജനമില്ല. അത് കേവലം ശബ്ദവർണ്ണനകളായി മാത്രം മനസ്സിന് ഉല്ലാസം പകരുന്ന
കേവല വർണ്ണനകളായി മാത്രമേ അത് നിൽക്കത്തുള്ളൂ. ഇവിടെ എന്താണ് ആത്മത്വ അപഗമം സംഭവിക്കുന്നത്? ഈ പറയുന്നത് നിന്റെ സ്വരൂപമാണ്, നിന്റെ യഥാർത്ഥ സ്ഥിതിയാണ്, പ്രത്യേകാത്മാവാണ് എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, എന്ന് ബോധിപ്പിക്കുന്നതിന് ശ്രുതി വിജയിച്ചാൽ, ഒരുവനത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ പിന്നെ അവിദ്യ തൃഷ്ണാദി ദോഷാണ് സംഭവവും നാസ്തി. അവിടെ അവിദ്യ തൃഷ്ണാദി ദോഷങ്ങളൊന്നും അവിടെ പിന്നെ നിലനിൽക്കുന്നില്ല. അതാണ് അതിന്റെ പ്രയോജനം. അപ്പോൾ ഈ ഒരു പ്രയോജനം വിദ്വാൻമാർക്ക് അനുഭവസിദ്ധമായ കാര്യമാണ്. അങ്ങനെ അനുഭവസിദ്ധമായിരിക്കെ, അല്ലെങ്കിൽ ശ്രവണത്തിൽ സമർത്ഥരായവർ, അതിനെക്കുറിച്ച് ഇനി പറയും. ഇത് ശ്രവണത്തിൽ തന്നെ സംഭവിക്കേണ്ട കാര്യമാണ്. പലതവണ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീടെന്താ? ആത്മാവിനെ കുറിച്ചുള്ള സംശയങ്ങൾ അത് ശൂന്യമാണോ മറ്റെന്തെങ്കിലുമാണോ? അതിന്റെ ആവശ്യമില്ല. എന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ താല്പര്യം? ആത്മാവിനെ കുറിച്ച് ഉണ്ടാകാവുന്ന എല്ലാ സംശയങ്ങൾക്കും ആത്യന്തികമായ പരിഹാരം എന്ന് പറയുന്നത് അതിനെ പ്രത്യേകാത്മാവായി ഗ്രഹിക്കുക. അതാണ് തന്റെ സ്വരൂപം എന്ന് ഗ്രഹിക്കുക. ശരീരേന്ദ്രിയ മനോബുദ്ധികൾക്കെല്ലാം ആധാരമായിരിക്കുന്ന ആത്മതത്വമാണ് താനെന്നുള്ള ആ ബോധം. അതാണ് ഈ സംശയങ്ങൾക്കെല്ലാം പരിഹാരം എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ തുര്യസ്യ ആത്മത്വ അനവഗമേ കാരണം അസ്തി. ഇവിടെ പറയുന്നു, ഇവിടെ ശ്രോതാവിന് അനുഭവപ്പെടുന്ന ഒരു വിഷമം എന്താണ്, ഒരു ബുദ്ധിമുട്ട് എന്താണ്? ആത്മാവിനെ കുറിച്ച് വർണ്ണിക്കുന്നു, മനസ്സിലാകും. ആത്മാവ് ആനന്ദമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ എളുപ്പമാണ്. അസത്താണ്, നശിക്കാത്തതാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകും. അതിനെക്കുറിച്ച് അത് നിർമ്മലമാണ്, നിരഞ്ജനമാണ്, സച്ചിത് ആനന്ദമാണ്, നിത്യശുദ്ധ മുക്ത സ്വഭാവമാണ്, ഈ പറയുന്നതെല്ലാം മനസ്സിലാകുന്നു. പക്ഷേ ഇവിടെ എന്താണ്? അതിനെ അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. അത്രയും ശബ്ദാർത്ഥജ്ഞാനം ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട്? ആനന്ദം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നമുക്കറിയാം. സത്ത് ശബ്ദത്തിന്റെ അർത്ഥം അറിയാം. നിത്യം, ശുദ്ധം, മുക്തം, ഈ ശബ്ദങ്ങളുടെ എല്ലാ അർത്ഥജ്ഞാനം നമുക്കുണ്ട്. പക്ഷെ അതിന്റെ അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? ഇവിടെ പറയുന്നു, ഈ പറയുന്ന ഇത്രയും ശ്രുതി വർണ്ണിക്കുന്ന ഈ ആത്മതത്വം നിന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാതിരിക്കുന്നതിന് ഒരു കാരണമില്ലെന്നോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് തന്റെ സ്വരൂപമാണെന്ന് എങ്ങനെ ബോധിക്കുമെന്നുള്ളതാണ് ചോദ്യം. അത് തന്റെ സ്വരൂപമാണെന്ന് ബോധിക്കുന്നതിനുള്ള കാരണങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇതെങ്ങനെ ബോധിക്കാൻ പറ്റും? അത് ശ്രവണം ചെയ്യണമോ, മനനം ചെയ്യണമോ, നിധ്യാസനം ചെയ്യണമോ, തപസ് വേണമോ, ജപം വേണോ, പ്രാർത്ഥിക്കണമോ? ഇങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഇവിടെ ഭാഷ്യകാരൻ എന്താണ് പറയുന്നത്? ഇത് നിന്റെ സ്വരൂപമാണെന്ന് ബോധിക്കാതിരിക്കുന്നതിനൊരു കാരണമില്ലെന്ന്. ബോധിക്കുന്നതിന് വേണ്ടി കാരണങ്ങളെ അന്വേഷിക്കുന്നവരോടത്തോട് പറയുകയാണ്. അങ്ങനെ ഒരു ജിജ്ഞാസുവിനോട് പറയുകയാണ്, ഇത് ബോധിക്കാതിരിക്കുന്നതിനൊരു കാരണമില്ല. എന്ന് വെച്ചാൽ ഇത് ബോധിച്ചേ തീരൂ. ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ ഇത് ബോധിച്ചു തന്നെ തീരണം എന്നാണ്. അതാണ് പറയുന്നതിന്റെ താല്പര്യം. ആത്മതത്വത്തെ ശ്രവിച്ചു കഴിഞ്ഞാൽ ഇത് ബോധിച്ചു തന്നെ തീരണം. ബോധിക്കാതിരിക്കാൻ കാരണമൊന്നുമില്ല. എന്തുകൊണ്ട്? ആത്മപ്രകാശത്തെ തടയുന്നതിന് മറ്റൊന്നുമില്ല. ആത്മാവിനെ കുറിച്ച് എന്ത് പറയുന്നു? അത് ഏകവും അദ്വൈതവുമാണ്, നിർമ്മലവുമാണ്. അതിന്റെ പ്രകാശം അത് സ്വതേ സംഭവിക്കുന്നതാണ്. അതിനെ തടയുന്നതിനിവിടെ മറ്റൊന്നുമില്ല. മറ്റൊന്നും രണ്ടാമതൊന്നുണ്ടായാലേ അതിനെ തടയാൻ പറ്റും. അങ്ങനെ ഒന്നില്ല. അതുകൊണ്ട് തുര്യസ്യ ആത്മത്വ അനവഗമേ എന്ന കാരണം ഈ തുര്യനെ സ്വസ്വരൂപമായി ബോധിപ്പിക്കുന്നതിന് തടസ്സമായി മറ്റൊന്നുമില്ല. ബോധിച്ചു തന്നെ തീരണമെന്ന് പറയുകയാണ്. ഇനി പരമാവധി സർവ ഉപനിഷതാം താതരഥ്യേന ഉപക്ഷ്യ, ഈ ഉപനിഷത്തുകൾ അത് ബോധിപ്പിച്ച് പിൻവാങ്ങുകയാണെന്നാണ്. എന്നുവെച്ചാൽ അതിനെ ബോധിപ്പിച്ചിട്ട് പിന്നെ മറ്റൊന്നുകൂടി ചെയ്യാൻ ഉപനിഷത്ത് ആവശ്യപ്പെടുന്നില്ല.
ഉപനിഷത്ത് ഇത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിന്നോട് ആവശ്യപ്പെടുന്നില്ല എന്താണ്, ശരി നീ ഇത് മനസ്സിലാക്കി ഇനി നീ അടുത്ത എന്താണ് അത് ചെയ്യുക എന്ന് പറയുന്നില്ല. അതിന്റെ സാമർഥ്യം താദർത്ഥ്യേന ഈ ആത്മവസ്തുവിനെ സ്വസ്വരൂപമായി ബോധിപ്പിച്ചിട്ട് അതിന്റെ സർവപ്രവൃത്തികളും അവസാനിക്കുന്നു, അത് വിരമിക്കുന്നു. ഉപക്ഷയ പിന്നീട് അതിനപ്പുറം എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു സാമർഥ്യം, ഒരു ശക്തിവിശേഷം ഒരു വാക്യങ്ങളിലും ശേഷിക്കുന്നില്ലെന്നാണ് ആണ് പറയുന്നത്. സർവോപനിഷതാം താദർത്ഥ്യേന ഉപക്ഷയ. ഉപനിഷത്ത് ബോധിക്കുമ്പോൾ അതിനെ ബോധിക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണങ്ങളുമില്ല ഇവിടെ. അത് ബോധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ബോധിച്ചു എന്നാണ്. ശ്രോതാവ് അത് ബോധിച്ചു എന്നാണ്. അതിനപ്പുറം ശ്രുതിക്കൊന്നും ചെയ്യാനില്ല, അത് പിൻവാങ്ങുന്നു. ഏതാണ് ആ ശ്രുതി? തത്വമസി അയമാത്മാ ബ്രഹ്മ തത്സത്യം സ ആത്മാ യത് സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സബാഹ്യാഭ്യാന്തരോഹ്യജഃ ആത്മീയവേദം സർവം ഇത്യാദീന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 100 കണക്കിന് ശ്രുതി എടുത്ത് കാണിക്കും. ഈ ശ്രുതികളെല്ലാം എന്ത് ചെയ്യുന്നു? ശ്രോതാവിനെ ബോധിപ്പിക്കാൻ എന്താണ്? ഈ ഇവിടെ പറയുന്ന ഈ പരമാർത്ഥ വസ്തു നിന്റെ സ്വരൂപം തന്നെ. ഇതെങ്ങനെ ബോധിക്കാതിരിക്കും? ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുമ്പോൾ ഇത് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ശ്രുതിക്ക് വേറെന്താണ് ചെയ്യാനുള്ളത്? അവിടെ ശ്രുതി പിന്നെ ശ്രുതി അല്ലാതായിത്തീരുന്നു, വേദം അവേദമായിത്തീരുന്നു എന്ന് പറയുന്നു. അതാണ് ഉപക്ഷയ. മറ്റൊരു പ്രവൃത്തിയിലേക്ക് അവനെ പിന്നെ നിയോഗിക്കുന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഈ കാര്യം ഇനിയും വിശദീകരിച്ച് പറയും, ഇവിടെ തീർന്നില്ല. തത്വമസി അതും ആ സ്വരൂപത്തെ ബോധിപ്പിക്കുകയാണ്. അയമാത്മാ ബ്രഹ്മ ഇവിടെ തന്നെ വന്നതാണ്. സത്യം പറയുന്നു, അത് സത്യമാണ്. സാത്മാ അതാണ് നിന്റെ സ്വരൂപം. ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ സാക്ഷാത് അപരോക്ഷമായിരിക്കുന്നത്, പ്രത്യക്ഷമായിരിക്കുന്നത്. തന്റെ സ്വരൂപം തനിക്ക് അപ്രത്യക്ഷമാകത്തില്ല. തന്നിൽ നിന്ന് അന്യമായത് പ്രത്യക്ഷമോ അപ്രത്യക്ഷവുമാണ്. തന്റെ സ്വരൂപം ഒരിക്കലും തനിക്ക് അപ്രത്യക്ഷമല്ല. അതുകൊണ്ട് അതാണ് ബ്രഹ്മം. സബാഹ്യോ അഭ്യന്തരോ അജ അത് തന്നെയാണ് ഈ സർവവുമായിരിക്കുന്നത്. അദ്വൈവേദം സർവം, ഈ കാണുന്ന സർവവും ചരാചര രൂപത്തിലുള്ള ഈ ജഗത്തെല്ലാം എന്താണ്? അത് നീ തന്നെയാണ്, നിന്റെ സ്വരൂപം തന്നെയാണ്, നിന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ്. ഇത്യാദി വാക്യങ്ങളിലൂടെ എല്ലാം ബോധിപ്പിക്കുന്നത് പരമാർത്ഥ സത്യത്തെയാണ്. ഇങ്ങനെ ശ്രുതി ബോധിപ്പിക്കുമ്പോൾ ശ്രുതിക്കും ഇത് ബോധിപ്പിക്കുക അല്ലാതെ വേറൊരു താല്പര്യമില്ല. അവന് മറ്റേതെങ്കിലും ഒന്നിലേക്ക് അവനെ നിയോഗിക്കുന്നില്ല. ഇത് കേട്ടതിന് ശേഷം നീ ഇന്നത് ചെയ്യൂ, എന്നിട്ട് നീ ഇതിനെ സാക്ഷാത്കരിക്കൂ എന്നൊന്ന് ശ്രുതി പറയുന്നു. അതുകൊണ്ട് ഇതിനെ ശ്രുതി ബോധിപ്പിച്ചാൽ ബോധിക്കാതിരിക്കുന്നതിനുള്ള യാതൊരു കാരണങ്ങളും ഇവിടെയില്ല. അത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. എന്നിട്ടും തുര്യൻ എന്നുള്ളതിന് എന്താണ് സംശയം? അത് ശൂന്യമാണെന്ന് എന്തിനു ആശങ്കിക്കണം എന്നാണ് പറയുന്നത്. സ്വയമാത്മാ പരമാർത്ഥ അപരമാർത്ഥരൂപ ചതുഷ്പാദിത്യുക്ത തസ്യ അപരമാർത്ഥരൂപം അവിദ്യാകൃതം രജ്ജുസർപ്പാദി സമം ഉക്തം പാദത്രയലക്ഷണം ബീജാങ്കുരസ്ഥാനീയം പറയും. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചുരുക്കി പറയുകയാണ്. സ്വയമാത്മാ, ഈ ആത്മാവ്, തുര്യൻ എന്ന് ഇവിടെ വർണ്ണിക്കുന്ന ഈ ആത്മാവ് പരമാർത്ഥ അപരമാർത്ഥ രൂപ, അത് അതിന്റെ പരമാർത്ഥ രൂപത്തെയാണ് ബോധിപ്പിക്കുന്നത്. തുര്യനും അതിന്റെ അപരമാർത്ഥ രൂപമാണ് നമ്മൾ സദാ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശ്വ തൈസ പ്രാജ്ഞാതി രൂപങ്ങൾ, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ, അവ്യാകൃതൻ, ഹിരണ്യഗർഭൻ, വൈശ്വാനരൻ തുടങ്ങിയ അതിന്റെ ഭാവങ്ങൾ, ഇതെല്ലാം അതിന്റെ അപരമാർത്ഥ രൂപമാണ്. ഇത് ചതുഷ്പാദിത്യുക്ത, അതിനാണ് ഇവിടെ ശ്രുതി പറയുന്നത് സ്വയമാത്മാ ചതുഷ്പാ. ഈ ആത്മാവ് 4 പാദങ്ങളോട് കൂടിയതാണെന്ന് അതിനെയാണ് പറയുന്നത്. ഈ തുര്യനെയാണ്, ഇത്രയും വ്യക്തമായി ശ്രുതി ബോധിപ്പിക്കുന്ന തുര്യനെയാണ്. തസ്യ അപരമാർത്ഥ രൂപം അവിദ്യാകൃതം. തുര്യനെ ബോധിക്കുന്നുണ്ട്,
പക്ഷെ പരമാർത്ഥമായി ബോധിക്കുന്നില്ല. അവിദ്യാകൃതമായ രൂപങ്ങളെയാണ് ബോധിക്കുന്നത്. അതാണ് ഉണർവ്, സ്വപ്നം, സുഷുപ്തി എന്നിങ്ങനെ മാറി മാറി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആണ് അവിദ്യാകൃതമായ അതിന്റെ അവസ്ഥകളും രൂപങ്ങളും. അതേതുപോലെ രജ്ജു സർപ്പാദി സമം, രജ്ജു സർപ്പാദികൾക്ക് തുല്യമാണ് അനുഭവങ്ങൾ. അത് വാസ്തവമല്ല, പാദത്രയ ലക്ഷണം. അതാണ് ജാഗ്രത, സ്വപ്ന, സുഷുപ്തികളും വിശ്വതൈസ പ്രാജ്ഞന്മാരും. ബീജാങ്കുരസ്ഥാനീയം, ഇത് പരസ്പരം കാര്യകാരണഭാവത്തിലിരിക്കുന്നു. കാരണമായി പറയുന്നു ആ പ്രാജ്ഞനിൽ നിന്ന് വിശ്വ തൈജസ ഭാവങ്ങൾ ഉണർന്നു വരുന്നു, ആ പ്രാജ്ഞനിലേക്ക് തന്നെ ലയിക്കുന്നു. ഇപ്പൊ ബീജാവസ്ഥയിൽ ആ പ്രാജ്ഞൻ സ്ഥിതി ചെയ്യുന്നു. വിശ്വ തൈജസന്മാര് അങ്കുര രൂപത്തിലാണ്. ഈ രീതിയിലിരിക്കുന്ന ഇത് പാദത്രയം, ഇത് രജ്ജു സർപ്പാദി സമമാണ് എന്നുവെച്ചാൽ പരമാർത്ഥമല്ല എന്നർത്ഥം. അത് ഇതാനീം അബീജാത്മകം പരമാർത്ഥ സ്വരൂപം രജ്ജുസ്ഥാനീയം സർപ്പാദി സ്ഥാനീയ ഉക്തസ്ഥാനത്രയ നിരാകരണേനാഹ നാന്തപ്രജ്ഞം ഇത്യാദി. വീണ്ടും നാന്തപ്രജ്ഞ എന്ന് പറയുന്ന ആ ഭാഗത്തെ വ്യാഖ്യാനിക്കാൻ തുടങ്ങുകയാണ്. അവിടെയും വ്യാഖ്യാനിക്കുന്നില്ല. വീണ്ടും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അതിന് മുമ്പായി പറയുകയാണ് ഇതാനീം അബീജാത്മകം പരമാർത്ഥ സ്വരൂപം. പരമാർത്ഥ സ്വരൂപമായിരിക്കുന്ന ആ തുര്യൻ അത് അബീജാത്മകനാണ്. അത് കാര്യകാരണ സങ്കല്പത്തിനപ്പുറം നിൽക്കുന്നതാണ്. തുര്യൻ ഒന്നിനും കാരണമല്ല. കാരണമായി കൽപ്പിക്കാമെന്നുള്ളതിന്റെ പരമാവധിയാണ് നമ്മൾ പ്രാജ്ഞനെന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ പറയുന്നു ആ പ്രാജ്ഞനിൽ നിന്നാണ് ജാഗ്രതത്തിലേക്കും സ്വപ്നത്തിലേക്കും വരുന്നത്. പറയും ഉറക്കത്തിൽ നിന്ന് ഉണർന്നു, ഉണർന്നതിന് ശേഷം വീണ്ടും അവിടേക്ക് തന്നെ പോയി. ആ കാരണത്തിൽ നിന്ന് ഈ ജാഗ്രതത്തിലേക്ക് വന്നു, വീണ്ടും ആ കാരണത്തിലേക്ക് തന്നെ വിലയിക്കുന്നു. അപ്പോൾ അത് ബീജാത്മകമായ അവസ്ഥയാണ്. പക്ഷെ തുര്യൻ എന്ന് പറയുന്നതോ അതൊന്നിനും കാരണമല്ല, അബീജാത്മകമാണ്. അതിൽ നിന്നൊന്നും ഉണ്ടാകുന്നില്ല. അത് സദാ സ്വയം സ്ഫുരിച്ചുകൊണ്ട് സ്വപ്രകാശമായി കാര്യകാരണ വിനിർമുക്തനായി സ്ഥിതി ചെയ്യുന്നു. അതാണ് പരമാർത്ഥ സ്വരൂപം. അത് ദൃഷ്ടാന്തത്തിൽ രജ്ജുവിന്റെ സ്ഥാനത്താണ്. സർപ്പാദിസ്ഥാനീയ ഉക്തസ്ഥാനത്രയ നിരാകരണേന. സർപ്പാദിസ്ഥാനത്ത് വരുന്ന, നേരത്തെ പറഞ്ഞല്ലോ പലതരത്തിലുള്ള ഭ്രാന്തികളെ കുറിച്ച്, മരീചിക തുടങ്ങിയ ഭ്രാന്തികൾ, സർപ്പം, രജതം തുടങ്ങിയ ഭ്രാന്തികൾ, അതിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ഈ ജാഗ്രത, സ്വപ്ന, സുഷുപ്തികൾ. അതിനെല്ലാം നിരാകരിച്ചുകൊണ്ട് ആ തുര്യനെ ബോധിപ്പിക്കുന്നു, അബീജാത്മകമായ ആ തുര്യനെ. അപ്പൊ തുര്യൻ ഒന്നിനും കാരണവുമല്ല, ഒന്നിനും കാര്യവുമല്ല. സുഷുപ്തി, ജാഗ്രത, സ്വപ്നം അങ്ങനെയല്ല. അത് പരസ്പരം കാര്യകാരണങ്ങളാണ്. കാര്യകാരണ അതീതമായിരിക്കുന്നതാണ് തുര്യൻ. അതാണ് തന്റെ സ്വരൂപം എന്ന് ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത് പറയുന്നത് നാന്തപ്രജ്ഞം നബഹിപ്രജ്ഞം എന്നത് വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും അവിടെ ചോദ്യം വരുന്നു. നനു ആത്മനഃ ചതുഷ്പാത്വം പ്രതിജ്ഞായ പാദത്രയ കഥനേനൈവ ചതുർത്ഥസ്യ അന്തപ്രജ്ഞാദിഭ്യോ അന്യത്വേ സിദ്ധേ നാന്തപ്രജ്ഞമിത്യാദി പ്രതിഷേധോ അനർത്ഥകഃ. ഇവിടെ ആ പരമാർത്ഥ വസ്തുവിനെ എങ്ങനെയെല്ലാം പരമാവധി ബോധിപ്പിക്കാം, അതാണ് ശ്രുതി ശ്രമിക്കുന്നത്. പറഞ്ഞല്ലോ, എന്തായാലും ശബ്ദത്തിന് അതിനെ നേരിട്ട് വെളിപ്പെടുത്തുന്നതിന് ശക്തിയില്ല. എന്നാലും ശബ്ദം ശ്രമിക്കുന്നത് എന്താണ്? പരമാവധി എത്രമാത്രം ആ ശബ്ദ സഹായത്തോടുകൂടി അതിനെ ബോധ്യപ്പെടുത്താം. ആ ശബ്ദം അതിന്റെ പരമാവധി ശക്തിയെ അതിനുവേണ്ടി പ്രയോഗിക്കുന്നു. എന്തിനാണ് അത്രമാത്രം ശബ്ദം ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നത് എന്നുള്ള കാര്യമാണ് അടുത്ത് വിശദീകരിക്കുന്നത്. അത്രയും പരിശ്രമത്തിന്റെ ആവശ്യമുണ്ടോ? എന്തുകൊണ്ട്? ആത്മനഃ ചതുഷ്പാത്വം പ്രതിജ്ഞായ, സ്വയം ആത്മാ ചതുഷ്പാദ്, മന്ത്രത്തിൽ പറഞ്ഞു ഈ ആത്മാവ് 4 പാദങ്ങളോടുകൂടിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്തത്? പാദത്രയ കഥനേനൈവ, പിന്നീട് 3 പാദങ്ങളെയും വിശദീകരിച്ചു. അത് ജാഗ്രത, സ്വപ്ന, സുഷുപ്തിയായിട്ടും വിശ്വതൈജസ പ്രാജ്ഞന്മാരായിട്ടും വിശദീകരിച്ചു. അപ്പോൾ ഒരു വസ്തുവിന് 4 പാദമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ
മൂന്ന് പാദങ്ങളെയും വിശദമാക്കി തന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമുക്ക് അർത്ഥാപത്തിയിലൂടെ മനസ്സിലാക്കാം എന്താണ് ശേഷിക്കുന്നത് നാലാമത്തത്. അതിനെക്കുറിച്ച് പിന്നീട് പറയേണ്ട ആവശ്യമില്ല, പറയാൻ ശബ്ദത്തിന് ശേഷിയുമില്ലെന്ന് പറയും. വീണ്ടും ആ ഒരു വിഷയത്തെ നിഷേധത്തിലൂടെ എന്തിനും ബോധിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് ചോദിക്കുന്നത്. പാദത്രയ കഥനേനൈവ ചതുർത്ഥസ്യ അന്തഃപ്രജ്ഞാദിഭ്യോ അന്യത്യസിദ്ധേ. മൂന്ന് പാദങ്ങളെയും വിശദീകരിച്ചാൽ തന്നെ നാലാമത്തത് വേറെ ഉണ്ട് എന്ന് സിദ്ധമായിരിക്കെ നാന്തപ്രജ്ഞമിത്യാദി പ്രതിഷേധവും അനർത്ഥക. അത്രയും കൊണ്ട് തന്നെ ഒരു ശ്രോതാവ് ചാരിതാർത്ഥ്യമടയും എന്നിരിക്കെ വീണ്ടും നാന്തപ്രജ്ഞം എന്നും മറ്റും പറഞ്ഞ് ഇതിനെ നിഷേധിക്കുന്നത് അനർത്ഥകമാണല്ലോ, അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ്. വീണ്ടും ഈ നിഷേധത്തിലൂടെ അതിനെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. 4 പറഞ്ഞിട്ട് 3 എണ്ണത്തിനെ വിശദീകരിച്ച് അവസാനിപ്പിച്ചാൽ ശേഷിക്കുന്നത് ആണ് നാലാമത്തെന്ന് മനസ്സിലാക്കിക്കൊള്ളുമെന്നാണ് പറയുന്നത്. ഇവിടെ അത് ആത്മതത്വത്തെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമല്ല. മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. 4 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു. 4 വ്യക്തികളെക്കുറിച്ച് പറഞ്ഞു. അതിൽ 3 പേരുടെ അടയാളങ്ങളെല്ലാം തിരിച്ചു പറഞ്ഞു. ഒരാൾ കറുത്തയാളാണ്, ഒരാൾ പൊക്കമുള്ളയാളാണ്, ഒരാൾ പൊക്കം കുറഞ്ഞയാളാണ്, ഒരാൾ വെളുത്തയാളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 3 പേരെ കുറിച്ച് പറഞ്ഞു, നാലാമത്തവനെ കുറിച്ച് പറയുന്നില്ല. 4 പേര് ഒരിടത്ത് നിൽക്കുകയാണ്. ഒരാളെ കുറിച്ച് പറഞ്ഞു ഇയാൾ പൊക്കമുള്ളവൻ 1, പൊക്കം കുറഞ്ഞവൻ 2, മൂന്നാമത്തെ ആള് വെളുത്തത്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നാലാമത്തെ ആളിനെ പറയേണ്ടത് ഇതിലൊന്നും പെടാത്ത ആളായിരിക്കും നാലാമത്തത്. ശേഷിക്കുന്നവൻ ഇന്ന ആളാണെന്ന് ധരിച്ചോണം. അവിടെ പിന്നെ ശബ്ദം പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയാണ്. ഇവിടെ എന്താണ് നാന്തപ്രജ്ഞം എന്ന് തുടങ്ങി ആ തുര്യനെ വിശദീകരിക്കുന്നത് അനർത്ഥകമല്ല. എന്തുകൊണ്ട്? സർപ്പാദി വികല്പ പ്രതിഷേധേനൈവ രജ്ജുസ്വരൂപ പ്രതിപത്തിവത് ത്രയവസ്ഥസൈവ ആത്മന തുര്യത്വേന പ്രതിപിപാദയിഷിതത്വ. തുര്യനെ സംബന്ധിച്ച് തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇത് മനസ്സിൽ വെച്ച് വേണം മുമ്പോട്ടുള്ള ചർച്ചകളും. അല്ലെങ്കിൽ ഈ തുര്യനെന്ന് പറയുമ്പോൾ ഈ 4 പേരെ കുറിച്ച് പറയുന്നത് പോലെ ഒന്നാമൻ കറുത്തവൻ, രണ്ടാമൻ വെളുത്തവൻ, മൂന്നാമൻ പൊക്കമില്ലാത്തവൻ എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് പോലെ അതല്ലാത്ത നാലാമത്തവനെന്ന് നമ്മൾ ധരിച്ചു. തുര്യനെ സംബന്ധിച്ച് ഒരിക്കലും നമ്മുടെ ലൗകികമായ ബുദ്ധി അനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ കണക്കനുസരിച്ച് കണക്ക് ചെയ്യുന്ന നമ്മുടെ ബുദ്ധിയിലൂടെ നാലാമത്തേവനായിട്ട് കണക്ക് കൂട്ടരുത്. അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിഷേധത്തിലൂടെ ബോധിപ്പിക്കുന്നത്. എന്താണ് പറയുന്നത്? സർപ്പാദി വികല്പ പ്രതിഷേധേനൈവ രജ്ജുസ്വരൂപ പ്രതിപത്തിവത്. രജ്ജുവിനെ ബോധിപ്പിക്കുന്ന എങ്ങനെയാണ്? ഇത് സർപ്പമല്ല, ഭ്രാന്തിയായിരുന്നു എന്നാണ് ബോധിപ്പിക്കുന്നത്. അങ്ങനെ ബോധിക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണത്? ഇവിടെ അവസ്ഥ സീവ ആത്മന തുര്യത്വേന പ്രതിപിപാദ വിഷിതത്വ. ഇവിടെ ശ്രുതി പ്രതിപാദനം ചെയ്യാൻ താല്പര്യപ്പെടുന്ന എന്താണ്? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകളിൽ തന്നെയുള്ള ആത്മാവിനെയാണ് തുര്യനായി ബോധിപ്പിക്കുന്നത്. അവസ്ഥ സീവ ആത്മനഃ എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ പല ഭ്രാന്തിയും ഉണ്ടാവും. ഈ 3 അവസ്ഥകളിലും നിലനിൽക്കുന്ന അനുഭവപ്പെടുന്ന അനുഭവ വടിവായി നിൽക്കുന്ന ആത്മാവിനെ തന്നെയാണ് തുര്യനായി ബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ 3 പേരെ വർണ്ണിച്ചതിന് ശേഷം ഉണ്ടാതിരുന്ന നാലാമത്തവനെ ബോധിക്കും. എന്തുകൊണ്ട്? ഈ 3 പേരിൽ നിന്നും വ്യത്യസ്തനാണ് നാലാമൻ, ഭിന്നനാണ് നാലാമൻ. അതാണ് നാലാമൻ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 3 പേരെ കുറിച്ച് വർണ്ണിച്ചിട്ട് മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നാലാമത്തെ ആളിനെ നമ്മൾ മനസ്സിലാക്കിക്കോളും. എന്തുകൊണ്ട്? നാലാമൻ 3 പേരിൽ പെട്ടവനല്ല, 3 പേരിൽ നിന്നും വ്യത്യസ്തനാണ്. ഇവിടെ അങ്ങനെയാണ് പറയുന്നത്. എന്താണ്? അവസ്ഥ സൈവ. ഈ 3 അവസ്ഥകളിലും നിലനിൽക്കുന്നവൻ തന്നെ ആത്മാവ്. ആ ആത്മാവിനെ തന്നെയാണ് തുര്യനായി ബോധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ തുര്യൻ എന്ന് പറയുമ്പോൾ അത് ജാഗ്രതത്തിലില്ലാത്തതല്ല, സ്വപ്നത്തിലില്ലാത്തതല്ല, സുഷുപ്തിയിലില്ലാത്തതല്ല എന്നാണ് ബോധിപ്പിക്കുന്നത്.
മൂന്നിൽ നിന്നും വേറിട്ടല്ല. ഈ മൂന്നിലും നിലനിൽക്കുന്ന ഒന്നിനെയാണ് തുര്യനായി ബോധിക്കുന്നത്. അപ്പോൾ നമ്മളുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പം എന്താണ്? തുര്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാഗ്രത, സ്വപ്നവും സുഷുപ്തിയും എല്ലാം കടന്നുപോയി വേറെ ഏതോ ഒരവസ്ഥയിൽ പോയിരുന്ന് സാക്ഷാത്കരിക്കേണ്ട ഒരു സാധനമാണെന്നാണ് നമ്മുടെ മനസ്സിലിരിക്കുന്ന സങ്കല്പം. അതിനെ നിഷേധിക്കുന്നു. അങ്ങനെയല്ല, ഈ മൂന്നവസ്ഥയിലും ഉള്ളത് തന്നെയാണ്. അവിടെയാണ് വ്യക്തമായി ധരിക്കേണ്ടത്. കാരണം എന്തുകൊണ്ട്? ഈ മൂന്നവസ്ഥകൾക്കും ആധാരമായിരിക്കുന്നതാണ് ഈ തുര്യൻ. ഈ തുര്യനിലാണ് മൂന്നവസ്ഥകളും നിലനിൽക്കുന്നത്. ഈ തന്റെ സ്വരൂപത്തെ വിട്ടിട്ട് തനിക്ക് വിശ്വനായോ തേജസ്സനായോ പ്രാജ്ഞനായോ ഇരിക്കാൻ കഴിയുന്നില്ല. അപ്പൊ താൻ തന്നെയാണ് വിശ്വനായും പ്രാജ്ഞനായും തേജസ്സനായും മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ താൻ തന്റെ യഥാർത്ഥ സ്വരൂപം അതിനെയാണ് തുര്യനായി ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നിഷേധരൂപത്തിൽ ബോധിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന്റെ ആവശ്യമില്ല, മൂന്നെണ്ണം പറഞ്ഞിട്ട് ശേഷിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ധരിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ധരിച്ചോളൂ എന്താണ്? ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിക്കും എല്ലാം അപ്പുറമുള്ള ഒന്ന്, ഇതുമായി ബന്ധമില്ലാത്ത ഒന്നാണ് തുര്യനെന്ന് ധരിക്കരുത് എന്നാണ്. ഇതിന്റെ ഏറ്റവും സൂക്ഷ്മമായും വ്യക്തമായും ധരിക്കേണ്ട ഒരു ഭാഗമാണ്. ഇത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ഈ മാണ്ഡ്യൂക്യ ഉപനിഷത്ത് നമുക്ക് മനസ്സിലാക്കാതെ പോകും. ഇതിലെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാതെ പോകും. അപ്പോൾ അത് മനസ്സിലായില്ലെങ്കിൽ നമ്മൾ തുര്യനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകും. ഇവിടെ അതല്ല, തുര്യനിലാണ് ഇത് നിൽക്കുന്നത്. ജാഗ്രത തുര്യനിൽ തന്നെയാണ് സ്വപ്നം, തുര്യനിൽ തന്നെയാണ് സുഷുപ്തി. ഈ മൂന്ന് ഭാവങ്ങൾക്കും ഈ മൂന്നവസ്ഥകൾക്കും ആധാരമായി അതിന് ജീവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഈ തുര്യൻ. അങ്ങനെയാണ് ഈ തുര്യനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അതാണ് തന്റെ സ്വരൂപം. കാരണം എന്തുകൊണ്ട്? വ്യക്തമാണ്, ഈ മൂന്നവസ്ഥകളിലൂടെ കടന്നുപോയാലും തനിക്ക് തന്നെ തന്റെ സ്വരൂപത്തെ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല. അപ്പോൾ തന്റെ സ്വരൂപമായിരിക്കുന്നതാണ് തുര്യനെങ്കിൽ അത് ഇപ്പോഴും ഉണ്ട്. തുര്യനെ ഈ അവസ്ഥയിൽ നിന്നും മാറി വേറൊരു അവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഏത് സമയത്തുണ്ട്. അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. തത്വമസീരിവത്, തത്വമസി എന്ന് പറയുന്നു അത് തന്നെയാണ്. തത്വമസി എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്താണ് ചെയ്യുന്നത്? അവിടെ സദൈവ സൗമ്യ ഇതമഗ്ര ആസീ, ഇത് സത്തായിരുന്നു, ഈ സൃഷ്ടിക്ക് മുമ്പ് ഇതെല്ലാം സത്തായിരുന്നു എന്നാണ് അത് ബോധിപ്പിക്കുന്നത്. എന്ന് ബോധിപ്പിച്ചിട്ട് അവസാനം എന്തുവെന്ന് പറയുന്നു? ആ സത്തായിരുന്ന അത് തന്നെയാണ് നീ അവ്യാകൃതനായി ഉറങ്ങിക്കിടന്നപ്പോഴും നിലനിന്നത്. ഇപ്പോ ഉണർന്നിരുന്ന് ഞാനീ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നീ ആ സത്ത് തന്നെയാണ് എന്നാണ് തത്വമസി പറയുന്നത്. അവിടെ അത് ഈശ്വരനാണെന്നോ ജീവനാണെന്നോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ചർച്ച ചെയ്യുന്നതേയില്ല. തത്വമസി എന്ന് പറയുന്ന ആ പ്രകരണം എടുത്ത് വായിച്ചു നോക്കുക. അവിടെ ഈശ്വര ശബ്ദമേ ഉപയോഗിക്കുന്നില്ല. അവിടെ പറയുന്നത് എന്താണ്? ഈ ജഗത്തിന് കാരണമായിരുന്ന ആ പരമാർത്ഥ വസ്തു അത് നശിക്കുന്നതല്ല. അഗ്രേ ഇതെല്ലാം ഈ സൃഷ്ടിക്ക് മുമ്പ് ഇതെല്ലാം അത് തന്നെയായിരുന്നു. നീ ഇതിനെല്ലാം വിസ്മരിച്ച് നിന്റെ ചിത്തസ്പന്ദനങ്ങളെല്ലാം ഒടുങ്ങി നീ ഗാഠനിദ്രയിലായിരുന്നപ്പോഴും അത് തന്നെ. എന്നിട്ട് പറയുന്നു, ആ ഗാഠനിദ്രയിൽ ആയിരുന്നപ്പോ ശേഷിച്ചിരുന്ന അത് തന്നെയാണ് ഇപ്പൊ നീ ഉണർന്നിരുന്നുകൊണ്ട് എന്റെ ഈ ഉപദേശങ്ങളെ കേൾക്കുമ്പോൾ അത് തന്നെയാണ്. ഇങ്ങനെയാണ് അവിടെ ബോധിപ്പിക്കുന്നത്. അപ്പോൾ ആ സുഷുപ്തിയിലും ഈ ജാഗ്രതത്തിലും, നമ്മൾ സ്മരിക്കുന്ന ആ സുഷുപ്തിയിലും ഈ ജാഗ്രതത്തിലും സ്ഥിതി ചെയ്യുന്ന അതാണ് തുര്യൻ എന്നാണ് തത്വമസിയിൽ ബോധിപ്പിക്കുന്നത്. അതാണ് ഇവിടെയും ബോധിക്കേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. യതിഹി അതൊന്നുകൂടി വിശദീകരിക്കുകയാണ്. ത്രിഅവസ്ഥാത്മവിലക്ഷണം തുര്യം അന്യത് പ്രതിപത്തിദ്വാരാഭാവാത് ശാസ്ത്ര ഉപദേശ അനർത്ഥയ്ക്കും ശൂന്യതാപത്തിലുള്ള. ഇനി നിങ്ങൾ തുര്യനെന്ന് പറയുന്നത് ത്രിഅവസ്ഥാത്മവിലക്ഷണമായ ഒന്നിനെയാണ് കരുതുന്നതെങ്കിൽ, തുര്യനെന്ന് പറയുമ്പോൾ നമ്മുടെ വാസ്തവത്തിലുള്ള അനുഭവത്തെ വിട്ടിട്ട് കേവലം സങ്കല്പത്തിലൂടെ എന്തിനെങ്കിലും സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാൽ, വാസ്തവത്തിൽ അതാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനോരഥങ്ങളിലും സങ്കല്പങ്ങളിലുമാണ് നമ്മൾ ജീവിക്കുന്നത്, വാസ്തവത്തിലല്ല.
അതുകൊണ്ട് ഏത് വിഷയത്തെക്കുറിച്ച് കേട്ടാലും ശരി, അത് അനാത്മവസ്തുവായാലും ശരി, ആത്മവസ്തുവായാലും ശരി, നമ്മൾ നമ്മുടെ മനോരഥങ്ങളിലൂടെയും സങ്കല്പത്തിലൂടെയും അതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കും. ഇവിടെ തുര്യനെ ശ്രുതിയാണ് ഉപദേശിക്കുന്നത്. അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ പോകുന്ന നമ്മുടെ സങ്കല്പത്തിലാണ്. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുമ്പം തന്നെ കേൾവിക്കാരെല്ലാം സങ്കല്പ ലോകത്തിലിരിക്കുന്നത് പോലെ ശ്രുതി ഇത് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവൻ സങ്കല്പത്തിൽ പോകും. സങ്കല്പത്തിൽ പോയാൽ അവൻ എന്ത് ചെയ്യും? ഇത്രയും അവസ്ഥ ആത്മവിലക്ഷണം, ഈ മൂന്നവസ്ഥകളിലുമുള്ള ആത്മാവിൽ നിന്നും ഭിന്നമായ ഈ മൂന്നവസ്ഥകളിലും അനുസ്യൂതമായിരിക്കുന്ന അനുഭവരൂപത്തിലിരിക്കുന്ന തന്റെ സ്വരൂപത്തിൽ നിന്നും, ത്രിയവസ്ഥ ആത്മാ എന്ന് പറഞ്ഞാൽ ഈ മൂന്നവസ്ഥയിലും നിലനിൽക്കുന്ന തന്റെ സ്വരൂപം, ആ സ്വരൂപത്തിൽ നിന്നും ഭിന്നമായി തുര്യം അന്യത്, തുര്യം എന്ന് പറയുന്ന അന്യതാണ്, മറ്റൊന്നാണ് എന്ന് എന്ന് ധരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ധരിച്ചു കഴിഞ്ഞാലോ തത് പ്രതിപത്തി ദ്വാരാഭാവ, അങ്ങനെയുള്ള ഒരു തുര്യനെ നിങ്ങൾക്കൊരിക്കലും സാക്ഷാത്കരിക്കാൻ സാധ്യമേ അല്ല. അങ്ങനെ നിങ്ങൾ തുര്യനെ കുറിച്ച് സങ്കല്പിക്കുന്നതാണ് ഈ ആത്മബോധത്തിന് തടസ്സമായിരിക്കുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞല്ലോ, ആത്മാവിനെ ബോധിക്കാതിരിക്കുന്നതിനൊരു കാരണവും താൻ കാണുന്നില്ലെന്നാണ് നേരത്തെ ഭാഷ്യകാരൻ പറഞ്ഞത്. ശ്രുതി ഇത്ര വ്യക്തമായി നിർദ്ദേശിക്കുമ്പോൾ ഇത് ബോധിക്കാതിരിക്കാൻ എന്താ കാരണം? കാരണങ്ങളുണ്ടെന്താണ്? ഇതൊക്കെയാണ് തന്റെ തന്നെ മനോരഥങ്ങളും സങ്കല്പങ്ങളും. താൻ എന്ത് ധരിക്കുന്നു? ഈ മൂന്നവസ്ഥകളിലും തന്റെ സ്വരൂപമായിരിക്കുന്ന, എന്നുവെച്ചാൽ വ്യക്തമായി ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷുപ്തിനും എല്ലാം നിലനിൽക്കുന്നു. അപ്പോഴെല്ലാം ഉള്ളതായ ഈ തന്റെ സ്വരൂപത്തിൽ നിന്നും ഭിന്നമായ ഒന്നിന് അന്യതുര്യം എന്ന് ധരിക്കുന്നു. അതിനുവേണ്ടി തപസ് ചെയ്യുന്നു, അതിനുവേണ്ടി ധ്യാനിക്കുന്നു. അങ്ങനെ ചെയ്താൽ എന്തുവരുന്നു? തത് പ്രതിപത്തി ദ്വാരാഭാവ, ഈ തുര്യനെ ഒരിക്കലും നിങ്ങൾക്ക് സാക്ഷാത്കരിക്കുന്നതിനുള്ള യാതൊരു ഉപായങ്ങളും ഇവിടെ ഇല്ലാതെ ഒരിക്കലും അത് അസാധ്യമായി എന്നും തുര്യ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതൊരു ദിവാസ്വപ്നം പോലെ ഇരിക്കും. അത് തന്നെ ഒരു ഭ്രാന്തിയായിട്ടിരിക്കും. പ്രതിപത്തി ദ്വാരാഭാവ, ഈ പ്രതിപത്തിക്കുള്ള ഉപായങ്ങളൊന്നും ഇല്ലാതെ പോകും. ഈ തുര്യനെ സാക്ഷാത്കരിക്കുന്നതിനുള്ള ഉപായമായിട്ട് എന്താണ് പറയുന്നത്? ഈ ജാഗ്രത, ഈ സ്വപ്നവും ഈ സുഷുപ്തിയും തന്നെ. ഈ ജാഗ്രതത്തിനും ഈ സ്വപ്നത്തിനും ഈ സുഷുപ്തിയിലും തന്നെയാണ് ഇതിനെ ഗ്രഹിക്കേണ്ടത്. അതിൽ സ്വപ്നവും സുഷുപ്തിയും വിടാം. കാരണം ഇപ്പോൾ നമ്മുടെ അനുഭവത്തിൽ അത് രണ്ടും ഇല്ല. നമ്മുടെ അനുഭവത്തിൽ നമ്മൾ ഉണർന്നിരുന്നാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ ജാഗ്രത തന്നെയാണ് ഇതിനെ ഗ്രഹിക്കുന്നതിനുള്ള ഉപായം. അത് നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ഈ പ്രതിപത്തി ദ്വാരാഭാവ, ഈ തുര്യന്റെ ബോധത്തിനുള്ള യാതൊരു ഉപായങ്ങളും ഇല്ലാതെ പോകും. കാരണം ഈ ജ്ഞാനം, പ്രതിപത്തി എന്ന് വെച്ചാൽ ജ്ഞാനം, തത് പ്രതിപത്തി, തുരീയ പ്രതിപത്തി, തുരീയ ജ്ഞാനം, അതിനുള്ള ദ്വാരം, അതിനുള്ള ഉപായം, ആ ഉപായം ഇല്ലാതെ വരും. എന്നുവെച്ചാൽ ഈ ജാഗ്രതത്തിനെ അംഗീകരിച്ചുകൊണ്ട് ഈ ജാഗ്രതത്തിനെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവൻ തന്നെയാണ് തുര്യൻ. അല്ലാതെ നമ്മുടെ സങ്കല്പത്തിൽ കാണുന്ന ഇതിനപ്പുറമുള്ള ഒന്നല്ല എന്ന് തന്നെ ധരിക്കണം. എന്ന് വെച്ചാൽ ഈ ജാഗ്രതത്തിലൂടെ തന്നെ ഈ തുര്യനെ ഗ്രഹിക്കണം. ഈ ജാഗ്രതത്തിൽ അതല്ലേ വേറെ ഉപനിഷത്തിൽ പറയുന്നത് എന്താണ്? ഏതാണോ കണ്ണിനെ കാണിക്കുന്നത്, ചെവിയെ കേൾപ്പിക്കുന്നത്, അപ്പോൾ കാണലും കേൾക്കലും മണക്കലും രുചിക്കലും എല്ലാം നമുക്ക് അനുഭവമാണ്. അതാണ് ജാഗ്രത. ആ അനുഭവങ്ങളിലൂടെ ഏതാണോ അനുഭവത്തിന് ഉണ്മയെ പ്രദാനം ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അതാണ് തുര്യനെന്നാണ് തുര്യനെ അറിയേണ്ടത്. അതറിയാതെ വേറെയുള്ള അഭ്യാസങ്ങൾ കൊണ്ട് നമ്മൾ പ്രാപിക്കുന്നത് മറ്റെന്തെങ്കിലെങ്കിലും ആയിരിക്കും, തുര്യനെ ആയിരിക്കത്തില്ല. ഒരാൾ പറയുന്നു ഞാൻ തപസ് ചെയ്യുന്നുണ്ടല്ലോ, തീർച്ചയായും തപസ്സിലൂടെ നേടേണ്ടത് പലതുമുണ്ട്. ഞാൻ ധ്യാനിക്കുന്നുണ്ടല്ലോ, തീർച്ചയായും ധ്യാനത്തിലൂടെ നേടേണ്ട പലതുമുണ്ട്. പക്ഷെ അത് ഈ തുര്യനെ ആയിരിക്കത്തില്ല എന്നാണ് പറയുന്നത്. ശ്രുതി ബോധിപ്പിക്കുന്ന തുര്യനെ ആയിരിക്കത്തില്ല, അതിന്റെ പ്രത്യേകാത്മാവിനെ ആയിരിക്കത്തില്ല, നിന്റെ സ്വരൂപത്തെ ആയിരിക്കയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാസ്ത്ര ഉപദേശ ആനർത്ഥക്യം, ഈ പറയുന്നതെല്ലാം വ്യർത്ഥമായി തീരും. ആരെ സംബന്ധിച്ച്? ഈ കേൾക്കുന്നവനെ സംബന്ധിച്ച്. ശ്രുതി ഒരിക്കലും വ്യർത്ഥമല്ല. ശ്രുതി ഉപദേശിക്കുന്നത് സാർത്ഥകമാണ്. പക്ഷേ
പറയുന്നത് കേൾക്കേണ്ട രീതിയിലല്ല കേൾക്കുന്നതെങ്കിൽ, പറയുന്നതിലൂടെ പരമാർത്ഥത്തെ അല്ല അവൻ ധരിക്കുന്നതെങ്കിൽ, അവന്റെ സ്വപ്നങ്ങളും അവന്റെ മനോരഥങ്ങളും അവന്റെ സങ്കല്പങ്ങളെയുമാണ് അവൻ സാക്ഷാത്കരിക്കുന്നതെങ്കിൽ പിന്നെ അവിടെ ശ്രുതിയുടെ ആവശ്യമുണ്ട്. ശ്രുതി അവിടെ വ്യർത്ഥമായി തീരുന്നു. അനർത്ഥക്യം ശ്രുതിക്ക്. അല്ലെങ്കിൽ ശൂന്യതാപത്തിർവ, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം അവൻ ശൂന്യതയെക്കുറിച്ച് അവൻ സങ്കല്പിക്കാനേ അവന് പറ്റും. ആത്മസത്തയെക്കുറിച്ച് അവന് സങ്കല്പങ്ങളൊന്നും വരത്തില്ല. കാരണം എന്തുകൊണ്ട്? തനിക്ക് അനുഭവസിദ്ധമായിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളെല്ലാം പാടെ നിഷേധിച്ച് കഴിഞ്ഞാൽ പിന്നീട് എന്താ അവന് സങ്കല്പിക്കാമെന്നുള്ളത്? ശൂന്യത. അവന് ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെ പ്രകാശത്തെ അവന് സ്വയം അനുഭവപ്പെടുന്നില്ലെങ്കിൽ പിന്നീട് ശേഷിക്കുന്ന എന്താണ്? ശൂന്യതാപത്തി, ഒരു ശൂന്യതയായിരിക്കും. അതുകൊണ്ട് ഈ തത്വബോധമാണ് ഇവിടെ മുഖ്യമായിരിക്കേണ്ടത്. അതുകൊണ്ട് തുര്യനെ സംബന്ധിച്ചുള്ള യാതൊരു ആശങ്കകളും യാതൊരു അർത്ഥശങ്കയ്ക്കും ഇടവരാത്ത രീതിയിൽ ഇവിടെ ഭാഷ്യകാരൻ വളരെ വ്യക്തമായി അതിനെ പറയുകയാണ്. ഇത്രയും വ്യക്തമായും പറഞ്ഞാൽ ധരിച്ചില്ലെങ്കിൽ പിന്നെ എന്താണ്? അവന് ശൂന്യം തന്നെ ഫലം, വേറെ ഒരു ഫലമില്ലെന്നാണ് ഇവിടെ പറയുന്നത്. അത് വീണ്ടും അതിനെ തന്നെ വിശദീകരിക്കുന്നു. എത്ര പറഞ്ഞാലും എന്റെ തലയിൽ കയറത്തില്ലെന്നറിയാം. അതുകൊണ്ട് പറയുന്നു, രജ്ജുരിവ സർപ്പാദിഭിർ വികൽപ്യമാന സ്ഥാനത്രയേപി ആത്മാ ഏകയേവ അന്തപ്രജ്ഞാദിത്വേന വികൽപ്യതേ. വീണ്ടും പറയുന്നു, രജ്ജുരിവ സർപ്പാദിഭിർ വികൽപ്യമാന, സർപ്പാദി രൂപത്തിൽ ആരോപിക്കപ്പെടുന്നു. വികൽപ്പിക്കപ്പെടുക എന്നിട്ട് ആരോപിക്കപ്പെടുന്നു, ഭ്രാന്തമായി അനുഭവപ്പെടുന്നു. ആരോപണം എന്ന് പറയുന്നതാണ്. രജ്ജുവിനെ എന്ത് ചെയ്യുന്നു? ഭ്രാന്തമായി നമുക്ക് അനുഭവപ്പെടുന്നു. രജ്ജു എന്നുള്ളതല്ല, അതൊരു ദൃഷ്ടാന്തം പറഞ്ഞു എന്നേ ഉള്ളൂ. ഈ ലോകത്തിലുള്ള മിക്കവാറും കാര്യങ്ങൾ നമുക്കെന്താണ്? ഭ്രാന്തമായി അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് വസ്തുനിഷ്ഠമായ അനുഭവമല്ല നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർവ്വ വിഷയങ്ങളെക്കുറിച്ചും നിരന്തരം രജ്ജുസർപ്പം എന്ന് പറഞ്ഞിട്ട് ആചാര്യസ്വാമികളെ ആൾക്കാർ ആക്ഷേപിക്കും. രജ്ജുസർപ്പത്തെക്കുറിച്ച് പറയുന്നു. പക്ഷെ ആചാര്യസ്വാമികൾ പറയുന്ന രജ്ജുസർപ്പം എന്ന് പറയുന്നത് എന്താണ്? കേവലം ഒരു രജ്ജുവും അതിനുള്ള ഒരു ഭ്രാന്തിയുമല്ല. നമ്മുടെ ജീവിതത്തിൽ അനുക്ഷണം നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ഭ്രാന്തമാണ്, ഈ ഭ്രാന്തിയാണ്. ഈ ഭ്രാന്തമായ ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഏതാണ് നമുക്ക് ശരിയായ അനുഭവം, ഏതാണ് നമുക്ക് തെറ്റായ അനുഭവം എന്ന് നമുക്ക് ആർക്കും തന്നെ വേർതിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഈ അനുഭവങ്ങൾ സർവ്വതും സത്യവും മിഥ്യയും കലർന്നാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം, ഈ അനുഭവങ്ങളെല്ലാം സത്യമാണെന്ന് എന്താണ്? ഈ പ്രപഞ്ചം സത്യമാണെന്ന് വാദിക്കുന്നവന് പോലും സമർത്ഥിക്കാൻ വയ്യാത്ത രീതിയിൽ ഇത് ഇടകലർന്നാണ് അനുഭവപ്പെടുന്നത്. അതിൽ തന്നെ നമ്മുടെ ബുദ്ധിക്ക് നിരന്തരം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന എന്താണ്? ഈ ആരോപിതമായ ഭ്രാന്തിയാണ്. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ സത്യസ്ഥിതി നമുക്കറിയാനോ നമുക്ക് സങ്കല്പിക്കാനോ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മുടെ അറിവുകളും നമ്മുടെ സങ്കല്പങ്ങളും എല്ലാം നമുക്ക് തന്നെ ബോധ്യപ്പെടുന്നു, ഞാനത് ധരിച്ച് ശരിയായില്ല, അതിന്റെ വാസ്തവസ്ഥിതി അതല്ല, ഇതിങ്ങനെയല്ല, അതങ്ങനെയല്ല. ഈ രീതിയിൽ പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ അനുഭവത്തിന്റെ വാസ്തവസ്ഥിതിയെങ്കിൽ പറയുന്നു, സ്ഥാനത്രയേവി ആത്മാ ഏകയേവ അന്തപ്രജ്ഞാദിത്വേന വികൽപ്പതേ. അതാണെങ്കിൽ ഈ മൂന്ന് സ്ഥാനത്തിലും, ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും ഒരേ ഒരു ആത്മാവേ ഉള്ളൂ. ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും തുര്യനേ ഉള്ളൂ. ആ തുര്യനെയാണ് നമ്മളെന്ത് പറയുന്നത്? അന്തപ്രജ്ഞൻ, ബഹിപ്രജ്ഞൻ, പ്രാജ്ഞൻ, വിശ്വൻ, തൈജസൻ എന്നെല്ലാം വിളിക്കുന്ന ആ തുര്യനെ തന്നെയാണ്. ആ തുര്യൻ തന്നെയാണ് ഇതിന്റെ സ്വരൂപമായിരിക്കുന്നു. അവൻ തന്നെയാണ് ആത്മാവ്, അവൻ ഏകനാണ്, അതാണ് പരമാർത്ഥം എന്ന് മനസ്സിലാക്കുക എന്നാണ്. തുര്യനെ വിട്ടിട്ട് ഇവിടെ പ്രാജ്ഞനോ തൈജസനോ അല്ലെങ്കിൽ വിശ്വനോ ഹിരണ്യഗർഭനോ വൈശ്വാനരനോ അന്തര്യാമിക്കോ ഒന്നും നിലനിൽപ്പില്ല. എല്ലാം തുര്യനാണ്. പറഞ്ഞല്ലോ, സർവകാരണാതീതനായിരിക്കുന്ന ആ തുര്യനിലാണ് ഈ കാണുന്ന കാര്യകാരണ ബന്ധങ്ങളെല്ലാം. സ്ഥാനത്രയേവി ആത്മാ ഏകയേവ. അതുകൊണ്ട് ഈ സ്ഥാനത്തിൽ തന്നെ ഇതിനെ ബോധിക്കണമെന്നാണ് പറയുന്നത്. അന്തപ്രജ്ഞാദിത്വേന വികൽപ്യതേ യഥാ തഥാ അന്തപ്രജ്ഞാദിത്വ പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ ആത്മനെ അനർത്ഥ പ്രപഞ്ച നിവൃത്തി
ലക്ഷണഫലം പരിസമാപ്തമിതി തുര്യാധികമേ പ്രമാണാന്തരം സാധനാന്തരം വ നമൃഗ്യം. അതുകൊണ്ട് നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറയുകയാണ് ഇവിടെ. എന്താണ്? അന്തഃപ്രജ്ഞത്വാദി പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലമേവ. അന്തഃപ്രജ്ഞം നാന്തഃപ്രജ്ഞം. അന്തഃപ്രജ്ഞത്തെ നിഷേധിക്കുന്നു. നാന്തഃപ്രജ്ഞം ന ബഹിപ്രജ്ഞം അതിനെ വ്യാഖ്യാനിക്കും. നോഭേദപ്രജ്ഞം എന്നിങ്ങനെ അന്തഃപ്രജ്ഞ തുടങ്ങിയ അവയെ നിഷേധിക്കുന്ന ജ്ഞാനം. എപ്പോഴാണോ ഈ നിഷേധത്തെക്കുറിച്ചുള്ള ബോധം ഒരുവനിൽ സ്ഫുരിക്കുന്നത് അത് വേണം, കേട്ടതുകൊണ്ടായില്ല. എപ്പോഴാണോ നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം എന്ന് പറയുമ്പോൾ ആ പറയുന്ന ശബ്ദാർത്ഥ ബോധം അവനെപ്പോഴാണോ ഉണ്ടാകുന്നത് അതാണ് നിഷേധ വിജ്ഞാന പ്രമാണം. നിഷേധ വിജ്ഞാനമാകുന്ന ആ പ്രമാണ സമകാലമേവ. അപ്പം തന്നെ എന്ത് ചെയ്യുന്നു? എപ്പോഴാണോ ആ ബോധം ഉണ്ടാകുന്നത്? എങ്ങനെ ഉണ്ടാകുന്നത്? ശ്രവണത്തിൽ നിന്ന്. ആ ബോധം ഉണ്ടാകുന്ന സമകാലമേവ. ആ സമയം തന്നെ എന്ത് വരുന്നു? ആത്മനി അനർത്ഥ പ്രപഞ്ച നിവൃത്തി ലക്ഷണഫലം. ആത്മാവിൽ അനർത്ഥ പ്രപഞ്ച നിവൃത്തി സംഭവിച്ചിരിക്കുന്നു എന്നാണ്. സമകാലമേവ എന്ന് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴാണോ ഈ തത്വത്തെ യഥാർത്ഥമായി സ്വരൂപമായി ഗ്രഹിക്കുന്നത് ആ കാലത്തിൽ തന്നെ, പിന്നെ അടുത്ത കാലത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. ആത്മാനി തന്നിൽ ഉള്ള അനർത്ഥ പ്രപഞ്ച നിവൃത്തി ലക്ഷണഫലം, അതിന്റെ ഫലവും ഉണ്ടാകും. എന്താണ് ആ ഫലം എന്ന് പറയുന്നത്? ഈ അനർത്ഥ പ്രപഞ്ചത്തിന്റെ നിവൃത്തി. ആ ഫലവും ആ സമയം തന്നെ ഉണ്ടാകുന്നു. എങ്ങനെ? നാന്തപ്രജ്ഞം ന ബഹിപ്രജ്ഞം എന്ന് പറഞ്ഞ് എപ്പോഴാണോ ഈ ശ്രുതി പറയുന്ന ഒരു ശ്രുതിയാണ്, ആ ശ്രുതി ഈ തുര്യനെ ബോധിപ്പിക്കുന്നത്, ആ ബോധമുണ്ടാകുമ്പോൾ അത് ശ്രവിക്കുന്നുണ്ടെങ്കിൽ ബോധം ഉണ്ടാകണം. ആ ബോധം ഉണ്ടാകുന്ന ആ കാലത്തിൽ തന്നെ, അടുത്തൊരു നിമിഷത്തിലല്ല, ആ ജ്ഞാനം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ അനർത്ഥ പ്രപഞ്ച നിവൃത്തി ഉണ്ടാകുന്നു. ഫലം പരിസമാപ്തം, ഫലവും അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്നാണ്. അതുകൊണ്ട് തുര്യ അധികമേ, ഈ തുര്യനെ അറിയുന്നതിന് വേണ്ടി, ഈ തുര്യന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി ന പ്രമാണാന്തരം ന മൃഗ്യം, മറ്റൊരു പ്രമാണത്തെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. മറ്റൊരു പ്രമാണം എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനമല്ലാതെ മറ്റൊന്നിന് നിങ്ങൾ ആശ്രയിക്കേണ്ട കാര്യമില്ല. ഇത് കേട്ടാൽ മതി എന്നാണ്. സാധനാന്തരം അതുകൂടെ പറയുന്നു. ചില പറയുന്നത് കേട്ടാൽ പോരല്ലോ, ഇത് കേട്ടു കഴിഞ്ഞതിന് ശേഷം പോയി മുറിക്കകത്തിരുന്ന് കണ്ണടച്ച് ധ്യാനിക്കണ്ടേ, വേണ്ട എന്നാ പറയുന്നു. സാധനാന്തരം ഇവിടെ പറയുന്നുണ്ട്. പ്രസംഖ്യാനം, പ്രത്യാവൃത്തി, എല്ലാം വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. പ്രസംഖ്യാനം എന്ന് പറയുന്നത്, സാധനം എന്ന് പറയുന്നത് ഇതാണ് ധ്യാനം. ഇതിനെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി ധ്യാനത്തിന്റെ ആവശ്യമില്ല. ധ്യാനത്തിലൂടെ സാക്ഷാത്കരിക്കേണ്ട ഒന്നല്ല തുര്യൻ എന്നാ പറയുന്നത്. ഇതുവരെയുള്ള ധ്യാനമൊക്കെ വ്യർത്ഥമാകുമോ? വ്യർത്ഥമാകത്തില്ല. ഇനി ധ്യാനിച്ചാൽ വ്യർത്ഥമാകോ? എന്നാലും വ്യർത്ഥമാകത്തില്ല. എന്നാൽ പിന്നെ എന്തിനു പറയുന്നു? ഈ ശ്രവണത്തിൽ തന്നെയാണ് ഇതിനെ സാക്ഷാത്കരിക്കേണ്ടതെന്നാ പറയുന്നത്. ശ്രവണത്തിൽ തന്നെയാണ് ഇതിന്റെ ഫലം ഉണ്ടാകേണ്ടതെന്നാ പറയുന്നത്. തുര്യ അധിഗമം, തുര്യ പ്രാപ്തി. അധിഗമം എന്ന് വെച്ചാൽ എന്താ? ജ്ഞാനം. തുര്യ ജ്ഞാനം ഈ ജാഗ്രതത്തിൽ ശ്രുതിയുടെ ശ്രവണത്തിൽ തന്നെ സംഭവിക്കണമെന്നാ പറയുന്നത്. അതിനുവേണ്ടി വേറൊരു കാലത്തിലേക്ക് പോകണ്ട. അടുത്തൊരു ക്ഷണം വേണ്ടെന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? അതിനു വേണ്ടിയിട്ട് പിന്നീട് നമ്മൾ സമാധിയിലൊന്നും പോകേണ്ട കാര്യമില്ല. സമാധിയെക്കുറിച്ചൊക്കെ ഇവിടെ ചർച്ച ചെയ്യും ഇനി, അത് വേറെ കാര്യം. പക്ഷെ ഇവിടെ ഇപ്പോൾ അതിന്റെ പരമാർത്ഥത്തെക്കുറിച്ച് പറയുകയാണ്. അതിനുവേണ്ടി ഒരു അഭ്യാസത്തിന്റെ ആവശ്യമില്ല, ഒരു സാധനങ്ങളും വേണ്ട. കർമ്മം വേണ്ട, ജപം വേണ്ട, ധ്യാനം വേണ്ട, യാതൊന്നും തന്നെ വേണ്ട. ശ്രുതിക്ക് അതിനുള്ള ശേഷിയുണ്ട്, വേദത്തിന് അതിനുള്ള ശക്തിയുണ്ട്. ആ വേദമന്ത്രത്തിന്റെ ശ്രവണം തന്നെ ആ ബോധത്തെ ഉണ്ടാക്കും എന്നാണ്. അങ്ങനെ വരുമ്പോൾ സംശയം ഉണ്ടാവും. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈ ശ്രുതി എത്ര കാലം കൊണ്ട് ഇത് ശ്രവിക്കുന്നു, എത്ര സ്വാമിമാരിത് പറഞ്ഞു കേട്ടതാണ്.
പ്രത്യേകിച്ച് യാതൊരു മാറ്റവും വന്നില്ലല്ലോ. തുരിയ അധികമോ ഉണ്ടായില്ല, ഈ പ്രപഞ്ച നിവൃത്തി ഉണ്ടായില്ല. വീണ്ടും സംസാരത്തിൽ തന്നെ കഴിയുന്നു, വീണ്ടും മോക്ഷത്തിനു വേണ്ടി പരിശ്രമിക്കുന്നു എന്നാർക്കെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ, അങ്ങനെ തോന്നുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല, അനർത്ഥ നിവൃത്തി വരാത്തവരെ കുറിച്ചാണ്. ഞാൻ ആരെങ്കിലും മോശക്കാരനാക്കിയെന്ന് പറയരുത്. അങ്ങനെ വന്നിട്ടില്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ എന്താ അതിന് കാരണം, അതുകൂടെ ചിന്തിക്കണമല്ലോ. കാരണം ഇവിടെ എന്താണ് പറയുന്നത്? പ്രതിഷേധ വിജ്ഞാന പ്രമാണ സമകാലം നാന്തപ്രജ്ഞം തുടങ്ങിയ ശ്രുതിയെ ശ്രവിച്ച് ആ ജ്ഞാനം ഉണ്ടാകുന്ന ആ സമകാലത്തിൽ തന്നെ അതിനൊന്ന് പറയുന്നു എന്താണ്? ശ്രവിച്ചാൽ ജ്ഞാനം ഉണ്ടായി തന്നെ തീരണം എന്നാണ്. അപ്പൊ ഇത് ശ്രവിച്ചിട്ടും ആർക്കെങ്കിലും അങ്ങനെ തോന്നുകയാണ് എന്താണ്? തുര്യാധികമം തുര്യ ജ്ഞാനം ഉണ്ടായില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതിന് ഒരൊറ്റ സമാധാനമേ ഉള്ളൂ. എന്താണ്? ശ്രവിച്ചിട്ടില്ല. ശ്രുതി പറയുന്ന അതാണ്, ശ്രവിച്ചാൽ ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം ഉണ്ടായാൽ ആ വേറൊരു കാലത്തെ അപേക്ഷിക്കേണ്ട, വേറെ ധ്യാനിക്കുകയും വേണ്ട എന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്ന എന്താണ്? ആദ്യം ഇത് ശ്രവിക്കുക, ശ്രവിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അത് കഴിഞ്ഞതിന് ശേഷം മുറിയിൽ പോയിരുന്ന് ധ്യാനിക്കുക, സാക്ഷാത്കരിക്കുക, മുക്തനാകുക, സ്ഥലം വിടുക. ഇതാണ് നമ്മുടെ അജണ്ട. ഇവിടെ പറയുന്ന അതല്ല. ഇത് ശ്രവിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവും, പിന്നെ മുറിയിലേക്കും പോകണ്ട, ധ്യാനിക്കുകയും വേണ്ട, മോക്ഷവും നേടേണ്ടെന്നാണ്. ഇത് ശ്രവണത്തിൽ തന്നെ സംഭവിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അടുത്ത് ശ്രവിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ പിന്നെ ഇതുവരെ ചെയ്ത പണിയോ അതെന്താണ്? അത് ഏതുപോലെ ആയിരിക്കും? ബധിരശ്രവണം പോലെ എന്നർത്ഥം. ബധിരശ്രവണം എന്ന് പറഞ്ഞാൽ എന്താണ്? ബധിരെന്ന് വെച്ചാൽ ചെവി കേൾക്കാൻ പാടില്ല. ചെകിടനോട് പറയുന്നു എന്താണ്? ശ്രുതി പറയുകയാണ്. ചെകിടന്റെ മുമ്പിൽ വന്നിട്ട് ശ്രുതി പറയുകയാണ്, തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അയാൾ ധ്യാനിക്കാൻ പോകും. ഇതെല്ലാം കേട്ടിട്ട് ധ്യാനിക്കാൻ പോകും. കാരണം ഒന്നും കേട്ടില്ല. അതാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന സമാധാനം. അതാണ് പറഞ്ഞല്ലോ, മനോഹരമായൊരു ചിത്രം അത് അന്ധന് കാണിച്ചു കൊടുക്കുകയാണ്. എങ്ങനെ അവന് ചിത്രത്തെ കാണാനും ചിത്രത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും കഴിയുന്നത്? അന്ധന്റെ മുമ്പിൽ ചിത്രം കാണിച്ചിട്ട് കാര്യമുണ്ടോ? എന്തിനാ? അന്ധന്റെ മുമ്പിൽ ചിത്രമല്ല, സൂര്യനെ കാണിച്ചു കൊടുത്താൽ അതിന്റെ ശോഭ അവന് പിടികിട്ടും. അന്ധനോട് നേരത്തെ പറഞ്ഞല്ലോ, ശ്രുതി എന്ന് പറയുന്നത് കേവലം ചൂണ്ടുപലക മാത്രമാണ്. അത് ചൂണ്ടിക്കാണിക്കുകയോ ചെയ്യുന്നു. അവന് അവന്റെ ഉള്ളിൽ ആ ബോധം സ്ഫുരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ ആകാശത്തെക്കുറിച്ച് വർണ്ണിച്ച് അവിടുത്തെ സൂര്യ അല്ലെങ്കിൽ ചന്ദ്രതാരകങ്ങളെക്കുറിച്ചൊക്കെ വർണ്ണിച്ചു കൊടുത്താൽ, സൂര്യനെ കുറിച്ച് പറഞ്ഞ് ചിലപ്പോൾ അവന് ചൂട് അനുഭവപ്പെട്ടിട്ട് അവൻ പറയും, എന്തോ എന്റെ ശരീരത്തിന് ചൂട് തരുന്ന എന്തോ ഒന്നുണ്ടെന്ന് അവൻ ചിലപ്പോൾ അനുമാനിച്ചു കളയും. പക്ഷേ ആകാശത്തിലെ ചന്ദ്രതാരകങ്ങളെയെല്ലാം ചൂണ്ടിക്കാണിച്ചു കൊടുത്ത അന്ധനോട് അവനെന്ത് സാക്ഷാത്കാരം ഉണ്ടാകുന്നു? അവന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കുന്നില്ല. ബധിരനോട് തത്വം പറഞ്ഞാൽ അവനെന്താ ഉണ്ടാകുന്നത്? ഉണ്ടാകുന്നില്ല. അവൻ മറ്റൊരു ഉദാഹരണം പറയും. എന്താണ്? സംഗീത വൈദുഷ്യമുള്ള ഒരുവന്റെ മുമ്പിൽ, സംഗീതജ്ഞന്റെ മുമ്പിൽ വളരെ മനോഹരമായ ഒരു സംഗീതം, വളരെ രസകരമായ രാഗാലാപനം നടത്തിയാൽ അയാൾ എന്ത് ചെയ്യുന്നു? ആ സ്വരഭേദങ്ങളെല്ലാം തിരിച്ചറിയുന്നു. അയാൾ അതിനെ ആസ്വദിക്കുന്നു. ആ സംഗീതത്തിൽ അയാൾക്ക് ആത്മവിസ്മൃതി വരെ സംഭവിക്കുന്നു. പക്ഷേ സംഗീതജ്ഞാനം ഇല്ലാത്തവനാണ്. അവന്റെ മുമ്പിൽ സംഗീതം ആലപിച്ചു കഴിഞ്ഞാൽ അവൻ ചോദിക്കും, ഇത് എപ്പോഴാണ് നിർത്തുന്നതെന്ന് ചോദിക്കും. നിർത്തിയപ്പോൾ വലിയ ആശ്വാസമായെന്നും പറയും. അതല്ലേ സംഭവിക്കുന്നു. കാരണം സംഗീതത്തെ ആസ്വദിക്കണമെങ്കിൽ സംഗീതജ്ഞാനം വേണം. അവന് രാഗഭേദങ്ങളെയും മറ്റു കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞിരിക്കണം. എന്നാൽ അവന് സംഗീതത്തെ ആസ്വദിക്കാൻ പറ്റും. അല്ലാത്തവന്റെ മുമ്പിൽ സംഗീതം
അവന് അസ്വസ്ഥതയുണ്ടാകും. അതുപോലെയാണ് സത്സംഗവും. എന്താണ്? ശ്രവിക്കുമ്പം തന്നെ അത് അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതുകൊണ്ടിവിടെ പറയുന്നത് എന്താണ്? വിത്പന്ന ചിത്തൻ, സംസ്കൃത ചിത്തന് വേണ്ടിയാണ് പറയുന്നത്. അവന് ശ്രവണം അവന് പ്രത്യക്ഷമായ ഫലത്തെ കൊടുക്കുന്നു, തുര്യാധികമം അവനുണ്ടാകുന്നു. ഇത് പറയുമ്പോൾ അത് അടിസ്ഥാനപരമായി സ്വീകരിച്ചുകൊണ്ട്. അങ്ങനെ അല്ലാത്തവന് പിന്നെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അവന് വേണ്ടിയാണ് ധ്യാനവും മറ്റും പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ശ്രവണത്തിന് ശേഷം ചെയ്യാനുള്ള കാര്യമായിട്ടല്ല ഇവിടെ ധ്യാനവും മറ്റും അദ്വൈതത്തിൽ പറയുന്നത്, ആധ്യാത്മിക ശാസ്ത്രത്തിൽ പറയുന്നു. നമ്മൾ ധരിച്ചിരിക്കുന്നത് എന്താണ്? ആദ്യം ശ്രവണം, അത് കഴിഞ്ഞ് ധ്യാനം എന്നാണ്. ഇവിടെ അങ്ങനെയല്ല. ആദ്യ ശ്രവണം, അവസാനവും ശ്രവണം. അതിൽ നിന്ന് വിശേഷം ഒന്നും ഉണ്ടായില്ലെങ്കിൽ പിന്നെ ധ്യാനിക്കുക. അപ്പൊ ധ്യാനത്തിന് ഒരു നിലയുണ്ട്, പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലല്ല. അതുകൊണ്ട് ആണ് ആദ്യം പറഞ്ഞത് ശ്രോതവ്യോ ആത്മാവ അരേ ദൃഷ്ടവ്യോ ശ്രോതവ്യോ മന്ദവ്യോ നിധ്യാസിതവ്യോ. അവിടെ പറയും അവിടെ പാഠക്രമമോ അല്ല അർത്ഥക്രമമാണ് സ്വീകരിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അവിടെ ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് ശ്രവണത്തിൽ തന്നെ സംഭവിക്കണം. എന്തു ചെയ്യണം? അവന് വിത്പന്നചിത്തനായിരിക്കണം. വിത്പന്നചിത്തൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ശ്രുതി പറയുന്നു തത്വമസി. ശ്രുതിയുടെ ഈ ഭാഷ മനസ്സിലായില്ലെങ്കിൽ ആ കേൾക്കുന്നവന് തത്വമസി എന്ന് പറഞ്ഞ് എന്ത് പിടികിട്ടും? സാഹിബിന്റെ മുമ്പിൽ ചെന്ന് തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കുന്നു? ഒന്നും മനസ്സിലാകത്തില്ല. കാരണം അയാളുടെ ഭാഷയല്ല അത്. അതാണ് വിത്പന്നചിത്തൻ എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിനുള്ള സംസ്കൃതചിത്തനായിരിക്കും. ഇത് രണ്ടും വേണം. ഏത് ഭാഷയിലാണോ പറയുന്നത് ആ ഭാഷയുടെ ജ്ഞാനം വേണം. അതോടൊപ്പം അന്ധക്കരണ ശുദ്ധിയും വേണം. എന്നാലേ ശ്രവണത്തിലൂടെ ബോധം ഉണ്ടാകത്തുള്ളൂ. ഇവിടെ മുഖ്യമായി പറയുന്നത് എന്താണ്? ആചാര്യസ്വാമികൾ പറയുന്നു. അദ്വൈതത്തിൽ പറയുന്നത് ശ്രവണത്തിനെയാണ്. ശ്രവണ സമകാലം തന്നെ ഇതുണ്ടാകണം, ഉണ്ടായിരിക്കണമെന്നാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്? പ്രമാണ സമകാലമേവ ആത്മന്യ അനർത്ഥ പ്രപഞ്ച നിവൃത്തി. പ്രമാണ സമകാലത്തിൽ തന്നെ, ശ്രവണത്തിൽ തന്നെ ഈ അനർത്ഥ പ്രപഞ്ച നിവൃത്തി സംഭവിക്കണം. അതാണ് മുഖ്യം. അതുകൊണ്ട് ഈ തുരീയ അധിഗമത്തിൽ, ഈ തുരീയ അധിഗമത്തിൽ, തുരീയ സാക്ഷാത്കാരത്തിൽ മറ്റെന്തെങ്കിലും പ്രമാണത്തിനെയോ മറ്റെന്തെങ്കിലും സാധനയോ മൃഗീയം അന്വേഷിക്കേണ്ട കാര്യമില്ല, അവലംബിക്കേണ്ട കാര്യമില്ല. അതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും മുഖ്യമായ സിദ്ധാന്തം. അതുകൊണ്ടാണ് ധ്യാനേന പ്രാണായാമ ശതേനവ എന്നൊക്കെ പറഞ്ഞ് ധ്യാനം, പ്രാണായാമം തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നിഷേധിക്കുന്നതുകൊണ്ടാണ്. മറ്റ് അഭ്യാസങ്ങളെ നിഷേധിക്കുന്ന അതുകൊണ്ടാണ്. പലയിടത്തും വ്യക്തമായി പറയുന്നു. ഈ അദ്വൈതത്തിന്റെ പ്രകടനത്തിൽ പറയും മറ്റു ഒരു തരത്തിലുള്ള എന്താണ് ചക്രങ്ങളിൽ ധ്യാനിക്കുക, അതിനൊക്കെ പേരെടുത്ത് പറഞ്ഞ് തന്നെ നിഷേധിക്കുന്നു. ഇതൊന്നും ഇവിടെ സാധനയല്ല. ഷഡാധാരങ്ങൾ ധ്യാനിക്കുക, മൂലാധാരം, സ്വാധിഷ്ഠാനം, ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പത്തിൽ ധ്യാനിക്കുക, ഇത്തരം കാര്യങ്ങളൊന്നും ഇവിടെ ആത്മബോധത്തിന് ആവശ്യമില്ലാത്തതാണ് എന്ന് ശാസ്ത്രങ്ങളിൽ തന്നെ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുന്നു. ആ നിർദ്ദേശിക്കുന്ന എന്താണ്? ഇത് മനസ്സിലായിക്കൊണ്ടാണ്. ഇവിടെ പറയുന്ന ഈ തത്വത്തെ കണ്ടുകൊണ്ടാണ്. ഇത് ശ്രവണത്തിൽ തന്നെ സംഭവിക്കണം. അങ്ങനെ തന്നെ ഇത് സംഭവിക്കും. അവിടെ പ്രപഞ്ച നിവൃത്തിയും അനർത്ഥ നിവൃത്തിയും സംഭവിക്കും. അതിന് മറ്റു സാധനങ്ങളുടെ ആവശ്യം ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.